വിശ്വാസികൾക്കൊരു ധാരണയുണ്ട്, ഡോക്ടറുടെ മകൻ ഡോക്ടറാകുന്ന പോലെ, എഞ്ചിനീയറുടെ മകൻ എഞ്ചിനീയർ ആകുന്ന പോലെ, തയ്യക്കാരൻ്റെ മോൻ തയ്യക്കാരനാകുന്ന പോലെ പാസ്റ്ററുടെ മോൻ പാസ്റ്ററാകണം എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ തിരുവചനപ്രകാരം അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവിക വിശ്വാസത്തോടൊപ്പം തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്ത് ഒരു നല്ല മേഖലയിലേക്ക് അവർ നയിക്കപ്പെടുമ്പോൾ സുവിശേഷ വേലയ്ക്കായി ദൈവം അവരെ ആക്കി വെക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കട്ടെ, ശുശ്രൂഷയ്ക്ക് ദൈവം വിളിക്കട്ടെ. ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞാൽ അവരെത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും അവരെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയിലേക്ക് ആക്കുക. വള്ളവും വലയും വിടാൻ കർത്താവ് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാനുള്ള വിട്ടേക്കുക. പകരം ഇതിങ്ങനെ പരമ്പരാഗതമായി ചെയ്തു പോരണം എന്നുള്ള ഒന്നാണെന്ന് വിചാരിച്ചത് കൊണ്ട് ഇന്ന് ആത്മീയ സമൂഹം ഒത്തിരി അബദ്ധങ്ങൾ നേരിടുന്നുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ പൗലോസ്ലീഹായെ പോലെ ഒരാൾ പറയുകയാണ്, ഈ മഹത്വകരമായ ശുശ്രൂഷയിൽ ദൈവമാക്കി വെച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? അടുത്ത വാക്യം കേൾക്കാം, വായിച്ചാട്ടെ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. കണ്ടോ, ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരാളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ പ്രസംഗകർ പരിചയപ്പെടുത്തിയാൽ, മുമ്പേ ഞാൻ അമേരിക്കയിലായിരുന്നു, അവിടുന്ന് UK പോയി, പിന്നെ അവിടുന്ന് ബാംഗ്ലൂർ വന്നു, പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് പറയാൻ ഒത്തിരിയൊക്കെ ഉണ്ടായിട്ടും, ഒത്തിരി പറയാനുള്ള യോഗ്യതകളും മേന്മകളും ഉണ്ടായിട്ടും, അതിനൊത്ത പാരമ്പര്യമൊക്കെ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ പറയുകയാണ്, പറയാനൊന്നുമില്ല, ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു. പുറത്തുള്ളവർ കേൾക്കുന്നത് കൊണ്ടൊന്ന് രണ്ട് വാക്ക് പറയാം. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് മുമ്പ് മറ്റൊരു പേരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശൗൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു ഹോബി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാർക്കും ഹോബികളുണ്ട്. ക്രിക്കറ്റ് ഹോബി ആയിട്ടുള്ളവരുണ്ട്, ഫുട്ബോൾ ഹോബി ആയിട്ടുള്ളവരുണ്ട്, പലവിധമാകുന്ന സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഹോബിയുള്ള പിള്ളേരുണ്ട് എന്ന് പറഞ്ഞ പോലെ പൗലോസിനൊരു ഹോബി ഉണ്ടായിരുന്നു, അഥവാ ശൗലിനൊരു ഹോബി ഉണ്ടായിരുന്നു. കാണുന്നത് ഇങ്ങനെയാണ്, ഈ മാർഗക്കാർ എന്നാണ് എഴുത്ത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പിൻപറ്റി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരായ മാർഗക്കാരെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുക എന്ന് പറയുന്നൊരു ഹോബിയായിരുന്നു പൗലോസിനുണ്ടായിരുന്നത്. അങ്ങനെ ഹോബിയുള്ള ഒത്തിരി ചേട്ടന്മാർ നമ്മുടെ നാട്ടിലും ഉണ്ട്. എന്നാൽ അങ്ങനെ ദൈവമക്കളെ ഉപദ്രവിക്കുവാനായി പാഞ്ഞു പോകുന്ന യാത്രയിൽ ദമസ്കോസ് എന്ന പട്ടണത്തിന് സമീപേ എത്തിയപ്പോൾ താൻ ഏത് നാമത്തിനെതിരെ പ്രവർത്തിച്ചുവോ ആ നാമത്തിൻ്റെ ഉടയവനായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ അവനെ പിടിച്ചു. നാം വായിക്കുന്നത്, കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് തെറിച്ചു വീണ ശൗൽ എന്ന വ്യക്തിയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്നാണ്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ തപ്പിത്തടച്ചുകൊണ്ട് ആരാകുന്നു നീ എന്ന് ചോദിക്കുമ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. ഇന്ന് രാത്രി ഞാൻ പൊതുസമൂഹത്തോട് പറയാം, വേദപുസ്തകത്തിൽ ഒരിടത്തും യേശുക്രിസ്തുവിനെ പൗലോസ് ഉപദ്രവിച്ചതായി കാണുന്നില്ല. മാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ആയിരുന്ന സുവിശേഷ പ്രവർത്തകനുമല്ല പൗലോസ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. അർത്ഥാൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നേരെ കരം നീട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കണക്കിട്ടത് അത് ദൈവത്തിൻ്റെ നേരെ നീട്ടിയ കരമായിട്ടാണ്. അതുകൊണ്ട് പൗലോസ് ദൈവത്താൽ പിടിക്കപ്പെടുകയും പിന്നീട് അങ്ങോട്ട് ചരിത്രം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ശേഷം വേദപുസ്തകത്തിൽ ഏറ്റവും
അടുപ്പം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി ആരാണെന്ന് ദൈവമക്കളോട് ചോദിച്ചാൽ സംശയമന്യേ പറയുന്ന ഒരു പേരായി ശൗലെന്ന് പറയുന്ന പൗലോസ്, പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്ന ഒരു മെഴുകുതിരി പോലെ സുവിശേഷത്തിനു വേണ്ടി ധീര പോരാളിയായി നിലകൊള്ളുന്ന മനുഷ്യനായിട്ട് നാം കാണുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അടുത്ത പദം ശ്രദ്ധിച്ചാട്ടെ, അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതായകൊണ്ട്, എങ്കിലും അവിശ്വാസത്താൽ അറിവില്ലാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് പറയുകയാണ്, എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അങ്ങനെ ഒത്തിരി പേർക്ക് കരുണ ലഭിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ എനിക്കും കരുണ ലഭിച്ചിട്ടുണ്ട്. ചില മാസങ്ങൾക്കപ്പുറത്ത് കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതുപോലെ യോഗത്തിന് പോയി. യോഗം കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയം ചില ദൈവദാസന്മാർ വന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ കാണാൻ പരിചയപ്പെടാൻ നിൽക്കുന്നു, വിളിക്കട്ടെ എന്ന് ചോദിച്ചു. വിളിക്കാൻ പറഞ്ഞു. അകത്ത് വന്നു. കണ്ടപ്പോഴേ എന്നോട് ചോദിച്ചു, എന്നെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല, ഒന്ന് പറഞ്ഞാട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞു, നേരിട്ട് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞാൽ അറിയുമായിരിക്കും. ഞാൻ പറഞ്ഞു, എന്നാ പറഞ്ഞു. അപ്പം അദ്ദേഹം പറയുകയാണ്, ചില വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പട്ടണത്തിൽ ഒരു ദൈവദാസന്റെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങി വലിച്ചു കീറി റാന്നി പാലത്തിലിട്ട് തീ കൊളുത്തിയെന്നും, പിന്നത്തേതിൽ ആ പാലമൊക്കെ അവിടെ തകർന്നു പോവുകയും ഇന്ന് കാണുന്ന നിലയിൽ പുതിയ പാലമൊക്കെ അവിടെ പണിതു എന്നുമൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെന്തക്കോസുകാർ ആരൊക്കെയോ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് കത്തിച്ച ആൾ ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നുകൂടെ നോക്കി, നീ എന്നെ കത്തിക്കാനാണോ അടുത്തോട്ട് വന്നേക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? പുള്ളി ബൈബിൾ ഉയർത്തി കാണിച്ചിട്ട് പറയുക, ഇപ്പോൾ ഇത് ചുമന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക എന്ന്. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിച്ചു കൊടുത്തു, കരുണ കാണിച്ചു. അതുപോലെ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന ഷമീർ അബ്ദുൽ സലാമിനും കരുണ ലഭിച്ചത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. 2002 വരെ പാരമ്പര്യ ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വളരെ ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ മതപഠനത്തിനായി കടന്നുപോയി. ഇസ്ലാമിക മനുഷ്യർ ഉള്ള സ്ഥലത്തുള്ളവർക്കറിയാം, കൊച്ചുപ്രായത്തിലെ കുഞ്ഞുങ്ങൾ തൊപ്പിയിട്ട് രാവിലെ 6-7 മണിക്ക് ഇങ്ങനെ വരിവരിയായി പോകുന്ന കാഴ്ച ചന്തമുള്ളൊരു കാഴ്ചയാണ്. ഞാനും എൻ്റെ സഹോദരിമാരും അങ്ങനെ മദ്രസയിൽ കടന്നുപോയ ബാല്യകാലം. എന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, മതപഠനത്തിന് എന്നാണ്. അതിപ്പോൾ അവരോട് ചോദിച്ചാലും അവർക്ക് പിണക്കമൊന്നുമില്ല, അവർ സത്യസന്ധമായി പറയും, അതെ മതപഠനത്തിനാണ് പോകുന്നത്. ആത്യന്തികമായി എന്താണ് പഠനമെന്ന് ചോദിച്ചാൽ, പ്രസവിച്ച അമ്മയെക്കാളും ജന്മം നൽകിയ അപ്പനേക്കാളും ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണമെന്ന് പഠിച്ചു? മതത്തിന് കൊടുക്കണമെന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ച തലച്ചോറിലാണ് ബാല്യകാലം വളർന്നു വന്നത്. മതമാണ് എല്ലാം. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണത്താൽ മതത്തിനെതിരായി അപ്പനോ അമ്മയോ നിലകൊണ്ടാൽ പോലും നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് പഠിച്ചേ? മതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് തന്നെയാണ് പഠിച്ചത്. അതിപ്പോഴും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്. അതിനൊന്നും അവർക്ക് പിണക്കമൊന്നുമില്ല, ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങനെ മതത്തിൻ്റെ പഠനത്തിനായി കടന്നുപോയ ബാല്യകാലത്തിൽ നിന്ന് യൗവനകാലത്തിലേക്ക് എത്തിയപ്പോൾ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കടത്തിവിട്ട ചില അനുഭവങ്ങൾ നിമിത്തം 2002 വേദപുസ്തകം കരങ്ങളിൽ എടുപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ആ കടത്തിവിട്ട അനുഭവങ്ങളെ സംബന്ധിച്ചാണ് സാധാരണ നമ്മൾ സാക്ഷ്യം എന്ന് പറയാറുള്ളത്. എന്നാൽ ഇന്ന് നേരമില്ലാത്തത് കൊണ്ട് വചനത്തിലൂടെ പോകാനാണ് ആശിക്കുന്നത്. അപ്പോൾ അനുഭവങ്ങളിലൂടെ 2002 വേദപുസ്തകം കരങ്ങളിലെടുത്തു. തിരുവെഴുത്ത് പറയുന്നു, യഹോവ നല്ലവനെന്ന് എന്ത് ചെയ്യണം? രുചിച്ചറിയണം. കാലങ്ങളായി നമ്മുടെ നാട്ടിൽ പലരും ദൈവത്തെ പഠിച്ചറിയാൻ നോക്കുക. പഠനത്തിലൂടെയും സംവാദങ്ങളിലൂടെയും ദൈവം ഉണ്ടോ ദൈവം ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് ഒത്തിരി വാദങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാദിച്ചവരാരും ദൈവത്തെ വിശ്വസിച്ചതായി നമ്മൾ കാണുന്നില്ല. വാദം കഴിഞ്ഞ് എല്ലാവരും പോകും.
ഞാനാ ജയിച്ചതെന്ന് ഒരു കൂട്ടരും ഞാനാ ജയിച്ചതെന്ന് മറ്റേ കൂട്ടരും പറയുന്നതല്ലാതെ വാദത്തിലോടൊന്നും ആരും ദൈവത്തെ കണ്ടെത്തിയതായി പറയുന്നില്ല. വേദപുസ്തകം പറയുന്നു യഹോവ നല്ലവനെന്ന് പഠിച്ചറിയല്ല, ദൈവത്തെ അനുഭവിച്ചറിയണം. 2002 അനുഭവങ്ങളിലൂടെ വേദപുസ്തകം കരങ്ങളിൽ എടുത്തു. അപ്പോൾ ഒളിച്ചും പാത്തും ഞാനിത് വായിക്കാൻ തുടങ്ങി. കാരണം വീട്ടിൽ നമസ്കാരവും നോമ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഉമ്മായും വല്യുമ്മായും ഒക്കെ ഉള്ള വീടാണ്. അപ്പോൾ ഒളിച്ചും പാത്തും ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉമ്മ കണ്ടുപിടിച്ചു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടുപിടിച്ചു. ബൈബിൾ എടുത്ത് കട്ടിലിനടിയിലോട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. ആകെ ബഹളം ഉണ്ടാക്കി. എൻ്റെ റബ്ബേ, ഇനി ഏതൊക്കെ ഇബ്ലീസിനെ വിളിച്ച് കയറ്റാനാ ഇവൻ ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം ഉണ്ടാക്കി ഉമ്മ. കൃപയാൽ ഇന്ന് സന്തോഷത്തോടെ പറയാം, അന്ന് ബൈബിൾ വലിച്ചെറിഞ്ഞ അമ്മ ഇന്ന് എവിടെ പ്രാർത്ഥനയുണ്ടെന്ന് തപ്പി നടക്കുക. അങ്ങനെ കൃപയാൽ ഭവനത്തിലുള്ളവർക്കും ദൈവത്തെ അറിയാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ 2002 മുതൽ ഈ വേദപുസ്തകം ഞാൻ വായിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഇതിൽ വായിച്ചു വരുന്ന പല കഥാപാത്രങ്ങളെക്കുറിച്ചും ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വന്നു. അബ്രഹാമിനെ കുറിച്ച് വായിച്ചപ്പോൾ, അബ്രഹാമിന് മക്കളില്ലാതിരുന്നിട്ട് പിന്നാലെ വാർദ്ധക്യത്തിൽ മക്കളുണ്ടായി എന്നും മകനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ തലച്ചോറ് പറഞ്ഞു, ഇത് മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. മനസ്സിലായി, അബ്രഹാം എന്ന പേരിലല്ല, ഇബ്രാഹിം എന്ന പേരിൽ മദ്രസയിൽ ഇത് കേട്ടിട്ടുണ്ട്. വീണ്ടും വായിച്ചപ്പോൾ നോഹയും കുടുംബവും ജലപ്രളയത്തിൽ നിന്ന് കപ്പലിലേക്ക് കയറി രക്ഷപ്രാപിച്ച കാര്യത്തെക്കുറിച്ച് വായിച്ചപ്പോൾ തലച്ചോറ് പറഞ്ഞു, ഇത് വായിച്ചിട്ടുണ്ടല്ലോ, നോഹ എന്ന പേരിലല്ല, നൂഹ് എന്ന പേരിൽ വായിച്ചിട്ടുണ്ട്. വീണ്ടും പഠിച്ചപ്പോൾ ഇയ്യോബിനെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലായി, ഇയാളെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അയ്യൂബ് എന്ന പേരിൽ. വീണ്ടും വായിച്ചപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ, അതാ ദാവൂദിൻ്റെ സബൂർ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെയും വായിച്ചപ്പോൾ ശലോമോന്റെ സദൃശവാക്യങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ സുലൈമാൻ എന്ന പേരിൽ ഈ മനുഷ്യനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ യഹിയ എന്ന പേരിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അങ്ങനെ ചിന്തകൾ വന്നപ്പോൾ ആമേൻ, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നറിയുവാൻ താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തേക്ക് വിട്ടു. തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നുപോയി. 350 രൂപ കൊടുത്ത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു മലയാള ഖുർആൻ്റെ പരിഭാഷ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. അവിടെ മുതൽ ഈ 2 പുസ്തകങ്ങളുമായി ചേർത്ത് പഠിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഏറെ അഭിമാനത്തോടെ ഈ ദേശത്ത് പറയാം, അങ്ങനെ വായിക്കും തോറും ദാ ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഏറെ അഭിമാനമുണ്ടായി എന്ന് ഇന്ന് രാത്രി പറയുന്നതിലേറെ സന്തോഷമുണ്ട്. വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്നും അത് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്നും ഈ വചനം അനുസരിക്കണമെന്നും 2002 ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ പുസ്തകമെടുത്ത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിച്ചത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ പല നിലയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. അത് സ്വാഭാവികമാണ്. അതിപ്പം മുസ്ലിമിൽ നിന്ന് ഇറങ്ങിയാലും ഉണ്ട്, ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഇറങ്ങിയാലും ഉണ്ട്, ഈവൻ ചില കത്തോലിക്കൽ നിന്ന് ഇറങ്ങിയവർക്കും ഉണ്ട്. പ്രതികൂലം എല്ലായിടത്തും ഉണ്ട്. അതിപ്പം ഇന്നടത്തുനിന്ന് വന്നുകൊണ്ട് ഇച്ചിരി ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. എല്ലായിടത്തും സുവിശേഷത്തിനുണ്ട് എന്തുണ്ട്, പ്രതികൂലമുണ്ട്. മർത്തോമേന്നും യാക്കോബേന്നൊക്കെ ഒറ്റപ്പെട്ടിറങ്ങിയവർ എന്തെല്ലാം ദുരിതം അനുഭവിച്ചവരുണ്ട്. അപ്പം അങ്ങനെ പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും കൃപയാൽ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ചില സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, എടാ ഇങ്ങനെയൊന്നും നമ്മുടെ മതത്തിൽ നിന്ന് ആരും പോകത്തില്ല, ഇത് നിനക്കെന്തോ അബദ്ധം പറ്റിപ്പോയതാ, നീ മര്യാദയ്ക്ക് തിരിച്ചു വരണമെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത വന്നു, ഇനി ഇവർ പറയുന്ന പോലെ അബദ്ധം എങ്ങാണോ പറ്റി പോയതാണോന്ന്. അന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ ഉള്ളൂ, ആശയക്കുഴപ്പം തലച്ചോറ് നിൽക്കുന്ന സമയമല്ലേ. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഉപദേശിമാരോട് ചോദിച്ചു, എന്നെപ്പോലെ വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഉപദേശി പറഞ്ഞു, ആലപ്പുഴയിൽ നസീർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞു. കേട്ട വാതി കേൾക്കാത്ത വാതി ഞാൻ ആലപ്പുഴയ്ക്ക് വിട്ടു.
നസീർ പാസ്റ്ററെ കണ്ടു. പാസ്റ്റർ നസീറും ഭാര്യ റഷീദയും സുവിശേഷ വേല ചെയ്യുന്നു. ഞാൻ ചോദിച്ചു, എന്നാ വിശ്വാസത്തിൽ വന്നത്? അപ്പോൾ പുള്ളി ചോദിച്ചു, നീ എന്നാ വന്നത്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ 2002 ഇറങ്ങിയെന്ന്. പുള്ളി പറയാം, ഞാൻ 94 ഇറങ്ങിയടാന്ന്. അപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനമായി. മലയാളി അങ്ങനെയാണല്ലോ. നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ അപ്പുറത്തൂടെ പോയോന്ന് ജനലിൽ കൂടെ നോക്കി പോയെന്നറിയുമ്പോൾ ഒരു സമാധാനം. ഇപ്പം ഇന്ന് പറഞ്ഞ പോലെ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, നസീർ പാസ്റ്ററെ നമ്മളെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പം നസീർ പാസ്റ്റർ പറഞ്ഞു, പിന്നെ പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയത്തുണ്ടല്ലോ എന്ന്. എന്നാൽ പിന്നെ വണ്ടി നേരെ കോട്ടയത്തിന് വിട്ടു. സിയാദ് മുഹമ്മദിനെ കണ്ടപ്പോൾ സിയാദ് മുഹമ്മദും നിഷയും കോട്ടയത്ത് ജനിച്ചു വളർന്ന് കോട്ടയത്ത് സുവിശേഷ വേല ചെയ്യുന്നു, പാക്കിൽ. പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറത്തുണ്ടെന്ന്. നേരെ വിട്ടു ചുങ്കത്തറയ്ക്ക്. അവിടെ ചെന്നപ്പോൾ ഷാജഹാനും ഷീജ ബീവിയും സുവിശേഷ വേല ചെയ്യുന്നു. പുള്ളിയെ കണ്ടപ്പം സന്തോഷമായി, അവിടെ പാർത്തു. പിറ്റേന്ന് പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഇസ്മായേൽ വയനാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ അട്ടപ്പാടി ഡോക്ടർ മുരളിയുടെ അടുത്തുണ്ടെന്ന്. നേരെ ഇസ്മായേൽ പാസ്റ്റർ കാണാൻ വിട്ടു. ഇപ്പോൾ പുള്ളി എൻ്റെ അളിയനാ, പെങ്ങളെ കെട്ടി, IPCയിലെ പാസ്റ്റർ. അപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, പാസ്റ്റർ റഫീഖ് വയനാടുണ്ടെന്ന്. റഫീഖിനെ കാണാൻ പോയി. അപ്പോൾ പറഞ്ഞു, മുനീർ കാസർഗോഡുണ്ടെന്ന്. മുനീറിനെ കാണാൻ പോയി. അപ്പോൾ മുനീർ പറഞ്ഞു, അബ്ദുൽ വഹാബ് കണ്ണൂർ തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. കണ്ണൂരോ? ആ പിന്നെ അതിനൊക്കെ ചങ്കൂറ്റം വേണ്ട. പിന്നെ ഉണ്ടെന്ന്. അങ്ങനെ ചെന്ന് കണ്ണൂർ തളിപ്പറമ്പിൽ ചെന്ന് വഹാബിനെ കണ്ടപ്പോൾ വഹാബ് പറഞ്ഞു, അനിയൻ അബ്ദുൽ സമദ് നാലാഞ്ചിറ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അങ്ങനെ സമദിനെ നാലാഞ്ചിറ പരിചയപ്പെട്ടു. പുള്ളി പറഞ്ഞു, നാലാഞ്ചിറയിൽ നിന്നൊരു സൗദാ ബീവി ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കുവൈറ്റിലുണ്ട്, അറിയാവുന്നു. അങ്ങനെ പുള്ളിക്കാരിയും പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എന്നെക്കാളും മുമ്പേ ഒക്കെ റംല തോമസ് ചെങ്ങന്നൂർ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം പറയുന്നവരുടെ എണ്ണം നോക്കിയാൽ സമയം അങ്ങ് പോകും. അതുകൊണ്ട് എണ്ണം പറയുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം സകല മനുഷ്യനും ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ച യോഗത്തിന് പോയി. തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും കൺവെൻഷൻ ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. എപ്പോഴെങ്കിലുമൊക്കെ കൺവെൻഷനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് യോഗത്തിന് പോയപ്പോൾ ഈ പോകുന്ന വഴി മതിലെല്ലാം കൺവെൻഷൻ്റെ നോട്ടീസാണ്. അങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കാണുന്ന പേരുകൾ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, എല്ലാം പാസ്റ്റർമാരാണ്. എല്ലാം ഇറങ്ങുക അല്ലേ? മൂന്നാമത്തെ ഒരു ഭാഗം പഠിച്ചാൽ ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, റോമൻ കത്തോലിക്ക പുരോഹിതനായിരുന്ന സന്യാസ സമൂഹത്തിൽ നിന്ന് ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛനും യാക്കോബായ അച്ഛനായിരുന്ന ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛനും കത്തോലിക്ക പുരോഹിതനായിരുന്ന ഫാദർ ക്രിസ്പിൻ അച്ഛനും തുടങ്ങി അനേക പുരോഹിതന്മാർ 70-80 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസ് കൂട്ടായ്മയിൽ ചേർന്നു വന്നു. എന്തിനാ ഇത് പറഞ്ഞത്? എല്ലാ വിഭാഗത്തിൽ നിന്നും ജനം സത്യമറിയുകയും സത്യത്താൽ സ്വതന്ത്രരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരസ്യയോഗത്തിന് പോയി. അവിടെയുള്ള കവലകളിൽ ഞങ്ങൾ കർത്താവിനെ പ്രസംഗിച്ചു. ഞാനും എൻ്റെ സഹ ദൈവദാസന്മാരും ഒക്കെയായി. അവിടെ പരിചയപ്പെടാൻ വന്ന ചില മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു, ഷമീറെ, താങ്കൾക്ക് ഈ ബൈബിൾ ഇത്രയും വലിയ താല്പര്യം തോന്നാനുള്ള കാരണം എന്താ എന്ന് പറയാമോ? ഈ മലബാറിലുള്ള മുസ്ലിംസ് പിന്നെ അങ്ങനെയാണ്, അവർ സംസാരിക്കാൻ വരും, വേറെ വഴക്കൊന്നുമില്ല. ഇനി തെക്കോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ സംസാരമൊന്നുമില്ല, വഴക്കാം. അപ്പോൾ അവർ വന്ന് ചോദിച്ചു, എന്താ ഇത്രയും താല്പര്യം തോന്നാൻ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഒരു രാത്രി വെളുക്കുന്നവരെ പറഞ്ഞാൽ തീരാത്ത പ്രത്യേകത ഈ പുസ്തകത്തിന് പറയാനുണ്ട്. എന്നാൽ നേരം അതല്ലാത്തത് കൊണ്ട് ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഞാൻ വായിച്ചു തീർത്തു. തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ ഈ പുസ്തകം ഞാൻ വായിച്ച മനുഷ്യനാണ്. എന്തുകൊണ്ട് ഈ പുസ്തകത്തോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുസ്തകം തുടക്കം മുതൽ ഒടുക്കം വരെ പലതവണ വായിച്ചിട്ടും ഈ പുസ്തകത്തിൻ്റെ അകത്ത് ഒരൊറ്റ പേപ്പറിൻ്റെ അകത്ത് പോലും മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അഭിമാനത്തോടെ എവിടെയും ചലഞ്ച് ചെയ്ത് പറയാൻ സാധിക്കും, ഈ പുസ്തകത്തിനകത്ത് മതമില്ല. ഇതിൻ്റെ അകത്ത് എന്ത് പഠിപ്പിക്കുന്നില്ല? ഉണ്ടോ? മതം സ്ഥാപിക്കണം, അല്ലെ യേശുവിൻ്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കണം, മതത്തിൽ ചേർക്കണം, മതം മാറ്റണം, അങ്ങനത്തെ പരിപാടി ഒന്നും ഈ പുസ്തകത്തിൽ ഇല്ല. എന്നിട്ട് നാട്ടുകാർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നെന്നാ? മതം. അതാ ഏറ്റവും വലിയ കോമഡി. മതമില്ലാത്ത പുസ്തകമാണ് നമ്മൾ പ്രസംഗിക്കുന്നത്, പക്ഷേ നാട്ടുകാർ പറയുന്നത് നമ്മൾ മതം മാറ്റുന്നു എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി അങ്ങനെയാ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആൾക്കാരെയൊക്കെ പെന്തിക്കോസ് ഉപദേശിമാർ മതം മാറ്റുന്നു. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെയാണ് ഒരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു.
500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് അവരെ തിരിച്ചങ്ങ് ചെയ്യണം, കൊണ്ടുപോകാൻ. നമുക്ക് പിണക്കൊന്നുമില്ലല്ലോ. നമ്മൾ അതിൻ്റെ പേര് ഹർത്താൽ ഉണ്ടാക്കുവോ, ട്രാൻസ്പോർട്ടിന് കല്ലെറിയോ, മുണ്ട് മുടക്കി കുത്തി തെറി വിളിക്കുകയോ, സമരത്തിന് കൊടി പിടിക്കാനിറങ്ങും. നമ്മൾ ഇപ്പോൾ അത് പറയാനും പറ്റുകയില്ല, ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാം. കാര്യം ഈ പണ്ട് നമ്മുടെ പിതാക്കന്മാർ അഭിമാനത്തോടെ പറഞ്ഞതാ അല്ലേ, ഞങ്ങൾ സമരത്തിനോ ഹർത്താലിനോ എന്ന് പറയും. പക്ഷേ ഇപ്പം ഈ അടുത്തിടെയായിട്ട് കുറച്ച് ക്ഷുദ്രജീവികൾ കൊടിയും പിടിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി ഒന്ന് കാൽവരി മല്ലയിൽ ചിന്തിയ രക്തം കെടാതെ കുറേ കീടനാശിനികളുണ്ട്. അതുകൊണ്ട് നമുക്ക് പൊതുസമൂഹത്തോട് ഇപ്പോൾ അത് പറയാനും ഒക്കുന്നില്ല. കാര്യം എന്താ, ദൈവദാസന്മാർക്ക് ഒരു പ്രതികൂലം വന്ന ഉടനെ സംരക്ഷിക്കുന്നവരിറങ്ങുക കൊടിയും പിടിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഏത് വേദപുസ്തകത്തിനും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന് അറിയാൻ രക്തം വില കൊടുത്ത് വാങ്ങിയ സഭയെ സംരക്ഷിക്കാൻ. അതിന് കൊടി പിടിച്ചാരും പ്രതിഷേധ സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? പത്രോസ് തടവിലായി എന്നറിഞ്ഞപ്പോൾ സഭ എന്ത് ചെയ്തു? കൊടിയും പിടിച്ച് പിന്നെ രാജാവിൻ്റെ കൊട്ടാരത്തിലോട്ട് മാർച്ച് നടത്തിയോ പാസ്റ്ററെ? സഭ എന്ത് ചെയ്തെന്നാ? ശ്രദ്ധയോടെ. അതാ സഭയുടെ ഉത്തരവാദിത്വം. സഭ പ്രാർത്ഥിച്ചാൽ മതി, കേൾക്കുന്നൊരു ദൈവം ഉയരത്തിലുണ്ട്. ചങ്ങല പൊട്ടിച്ച് അഭിഷിക്തന്മാരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ആ ദൈവത്തിന് വിട്ടുകൊടുക്കണം, പ്രാർത്ഥിക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വേദപുസ്തകം. പിന്നെ എന്തിനു വേദനും വാക്യമെടുക്കുന്ന വില്ലന്മാരുണ്ടല്ലോ. അപ്പോൾ അവരുടനെ പറയും, പൗലോസ് അധികാരിയോട് ചോദിച്ചു, റോമൻ പൗരനായിരിക്കുന്ന എന്നെ വിചാരണ കൂടാതെ അടിക്കുന്നത് യോഗ്യമൊന്ന് ചോദിച്ച പോലെ നമുക്ക് ചോദിക്കാം. പൗലോസ് ചോദിച്ചത് കൊടിയും പിടിച്ച റോഡിലാണോ? തന്നെ വിസ്തരിക്കാൻ കൊണ്ടു നിർത്തിയ ഇടത്തെ ഏമാനോടാ പൗലോസ് ചോദിച്ചത്. അത് നമുക്കും ചോദിക്കാം. നമ്മളെ പിടിച്ചൊരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ടു നിർത്തിയാൽ ചോദിക്കാം, ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് ചോദിക്കാം, സാറേ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു, തെറിയൊന്നും പറഞ്ഞില്ല, മോശമൊന്നും ചെയ്തില്ല, ഞങ്ങളെ വെറുതെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് യോഗ്യമാണെന്ന് നമുക്കും ചോദിക്കാം. അതും സെക്രട്ടേറിയറ്റിൽ കൊടി പിടിക്കുന്നതുമായിട്ട് ബന്ധമൊന്നും ആ വാക്യം കൊണ്ട് അതിനെ എടുത്ത് ന്യായീകരിക്കരുത്. സ്തോത്രം. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കണം, ഈ വേദപുസ്തകം പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ അകത്ത് മതം ഇല്ല. പിന്നെ എന്താ ഈ പുസ്തകം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ന് ഇന്ന് എന്നും അഭിമാനത്തോടെ ഏത് തെരുക്കോണിലും വിളിച്ചു പറയാം, സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയാണ് ഈ പുസ്തകം ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്നുകൂടി ലഘുവായി പറഞ്ഞാൽ, മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനെ അറിയണം. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. അതാണ് ഞങ്ങളുടെ യോഗത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ സൃഷ്ടാവിനെ അറിയണം. അതിൻ്റെ അപ്പുറത്തെ ദുരുദ്ദേശമൊന്നുമില്ല. അങ്ങനെ 2002 മുതൽ ഞാൻ പറഞ്ഞല്ലോ ഇത് വായിക്കാൻ തുടങ്ങി. ഇത് വായിച്ചപ്പോൾ ഷമീർ അബ്ദുൽ സലാമിന് മനസ്സിലായ ഒരു കാര്യം പറയാം. അതാണ് 15-ാമത്തെ വാക്യം. വായിച്ചോ, 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളതും വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പൊ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, യേശുക്രിസ്തു ഭൂമിയിൽ മതം സ്ഥാപിക്കാനല്ല വന്ന, പിന്നെന്താ? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. സുവിശേഷത്തിന്റെ ആപ്തവാക്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഈ ചിന്ത കയറിയപ്പോൾ, അങ്ങനെ രക്ഷിക്കണമെങ്കിൽ ലോകത്തിൽ പാപിയുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പഠനമായി. അങ്ങനെ വായിക്കും തോറും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട്, പൊതുസമൂഹത്തോട് അക്കമിട്ട് അടുക്കടുക്കായി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ച സമയത്ത് വാക്കുകൾ അവസാനിപ്പിക്കും. ശ്രദ്ധിക്കുക. ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായ യാഥാർത്ഥ്യം ഒന്ന്, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. ചരാചരങ്ങൾ, ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി എന്നിങ്ങനെ അടുക്കടുക്കായി പ്രപഞ്ചത്തിൽ സൃഷ്ടിപ്പ് നടത്തുന്ന ഒരു സ്രഷ്ടാവിനെ ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടു. 6-ാമത്തെ ദിവസം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്ന ദൈവത്തെ ഈ പുസ്തകത്തിൽ കണ്ടു. അവിടെ എനിക്ക് പ്രത്യേകത തോന്നിയ ഒരു കാര്യം പൊതുസമൂഹത്തോട് പറയാം. പറവജാതി ഉണ്ടാകട്ടെ, ഇടജാതി ഉണ്ടാകട്ടെ, കന്നുകാലി ഉണ്ടാകട്ടെ, പറവകൾ പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറയുകയല്ല, മറിച്ച് നിലത്തെ മണ്ണുകൊണ്ട്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യരൂപം നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിലേക്ക് സ്വർഗത്തിലെ സൃഷ്ടാവ് ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു എന്നും അവന് തക്ക തുണയായി ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ദൈവം
തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും അതിൻ്റെ കൂടെ ഒരു വരിയും കൂടെ കണ്ടു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി. കാരണം ഭൂമിയിൽ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഹിന്ദുവായി സൃഷ്ടിച്ചില്ല, മുസൽമാനായി സൃഷ്ടിച്ചില്ല, ക്രിസ്ത്യാനി കൂട്ടത്തെ സൃഷ്ടിച്ചില്ല, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. മതങ്ങളെക്കുറിച്ചുള്ള പരാമർശമില്ലാതെ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചൊരു സൃഷ്ടാവ്. ഞാൻ ഇന്ന് രാത്രി ദേശക്കാരോട് പറയാം, ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരേവരും ചിന്തിക്കണം. ദൈവം ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണിൽ കാണുന്ന രണ്ട് ജാതി, ഒന്നാണും ഒന്ന് പെണ്ണുമേ ഉള്ളൂ. ബാക്കിയുള്ള നാശകോടാലി എല്ലാം ഈ ഇരുകാലി മനുഷ്യന്മാരുണ്ടാക്കി വെച്ച മെനയാണ്. ദൈവം ജാതിയും മതവും വേർതിരിച്ച് സ്നേഹിക്കുന്നയാളല്ല. ദൈവം കറുപ്പും വെളുപ്പും വേർതിരിച്ച് സ്നേഹിക്കുന്നയാളല്ല. ദൈവം കൂടിയ ജാതിയും കുറഞ്ഞ ജാതിയും നോക്കി സ്നേഹിക്കുന്നവനല്ല. അങ്ങനെ കാണുന്ന ഒരുത്തനെ ദൈവം എന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെ കാണുന്ന ഒന്നിനെ നമുക്ക് ദൈവമായി കാണാൻ പറ്റില്ല. ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചതെന്ന് പറയുകയും കറുത്തവനെ സൃഷ്ടിച്ചതും ദൈവം, വെളുത്തവനെ സൃഷ്ടിച്ചതും ദൈവം, എന്നിട്ട് കറുത്തവനെ ഇഷ്ടമില്ല വെളുത്തവനെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേദപുസ്തകം പഠിച്ചപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. ജാതി മതം ഒന്നും അല്ല വിഷയം, സൃഷ്ടാവാണ് മനുഷ്യന് വിഷയം. ദൈവത്തെ അറിയുക എന്നുള്ളതാണ് പ്രധാനം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, മനോഹരം. വീണ്ടും വായിക്കുമ്പോൾ അവരെ കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കി എന്നും, എന്നാൽ സൃഷ്ടാവായ ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് സൃഷ്ടിയായ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചത് നിമിത്തം അവനിലേക്ക് പാപം പ്രവേശിച്ചു എന്നും, അതുകൊണ്ട് ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്നും തിരുവെഴുത്തിൽ വായിക്കുവാനിടയായി. ഞാനത് പറയുമ്പോൾ 2026 കമ്പ്യൂട്ടർ യുഗത്തിലെത്തി നിൽക്കുന്ന കാലമാണെന്ന് എനിക്കറിയാം. പുറത്തു കേൾക്കുന്ന ആളുകളുടെ തലച്ചോറിൽ ചിന്ത വരും. കണ്ടുപിടുത്തങ്ങളും ഇൻ്റർനെറ്റും ശാസ്ത്രവും ടെക്നോളജിയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഉപദേശം നിന്ന് മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കണം, ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്ന വാർത്തകൾ അതിൻ്റെ ഉത്തരമാണ്. കളിക്കുവാൻ മൊബൈൽ കൊടുത്തില്ല എന്ന കാരണത്താൽ 10 മാസം നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കഴുത്ത് അറുത്തുമാറ്റിയ ഒരു 14-കാരൻ്റെ വാർത്ത കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. കാമുകനോടൊപ്പം ജീവിക്കാൻ 10 മാസം നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ തീരദേശത്തിൻ്റെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന അമ്മ ആലപ്പുഴയിലുണ്ടെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരു കാര്യം ചിന്തിക്കണം, ഇതൊക്കെ ഏതെങ്കിലും ഈശ്വരന്മാർ ജയിച്ചെന്ന് ബോധമുള്ളവരാരും പറയില്ല. 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തറുക്കാൻ 14-കാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരൻ്റെ ആത്മാവാണെന്ന് സുബോധമുള്ള ആരും പറയില്ല. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ഈ തിന്മയിലേക്ക് നയിക്കുന്ന അതിൻ്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് പാപം എന്ന വിപത്താണ്. സകല മനുഷ്യനിലും പാപം എന്ന് പറയുന്ന വിപത്ത് കുടിയിരിക്കുന്നു. ഈ പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യനെ കീഴടക്കിയിരിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, പലപ്പോഴും ആഗ്രഹിക്കാത്ത തിന്മയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജയിലുകൾ സന്ദർശിക്കാൻ പോകുന്നവരാണ്. ഒരു സമയത്ത് ഒരു ജയിൽ സന്ദർശിക്കാൻ പോയി. ജയിൽ സൂപ്രണ്ട് കുറ്റവാളികളോട് പറഞ്ഞു, പ്രാർത്ഥനക്കാർ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് പേര് കടന്നു വന്നിരുന്നു. പ്രാർത്ഥനയും അല്പസമയം സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടവർക്ക് മുന്നോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ തടിമിടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നത് ഓർക്കുന്നു. ആ തടിമാടനായ ചെറുപ്പക്കാരൻ അടുത്ത് വന്നിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് പറഞ്ഞു, സാറേ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, എൻ്റെ കുടുംബം എല്ലാം പോയി. എൻ്റെ കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് സാറേ, നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ചോദിച്ചു, എന്താണ് സഹോദരൻ ചെയ്ത കുറ്റം? പറഞ്ഞു, ഞാനൊരാളെ കൊന്നു സാറേ. ചോദിച്ചു, ഒരാളെയൊക്കെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുന്നത്? എന്തിനാ അങ്ങനെ ചെയ്തേ? പറഞ്ഞ മറുപടി കേൾക്കണോ പ്രിയപ്പെട്ടവരെ? എൻ്റെ പൊന്നു സാറേ, കൊല്ലണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചതല്ല. വാക്കുകൾ ശ്രദ്ധിക്കണം. മനസ്സിൽ പോലും ചിന്തിച്ചതല്ല, പക്ഷെ കൊന്നു. അതാണ് സത്യം. എന്തിനു കൊന്നു? അപ്പം അദ്ദേഹം പറയുക, അപ്പുറത്തെ വീട്ടിലെ തെങ്ങിൻ്റെ ഓല ഞങ്ങളുടെ വഴിയിലോട്ട് ചാഞ്ഞു കിടന്നു.
ഓല വെട്ടണമെന്ന് പലതവണ അയലത്തുകാരനോട് പറഞ്ഞു, കേൾക്കുന്നില്ല. എൻ്റെ സാറേ, ഞാനൊരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് 2 അടിച്ചേച്ച് വീട്ടിലോട്ട് വരുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് തൻ്റെ ഇടം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഓല വെട്ടാത്തതെന്ന്. നല്ല പെണ്ണും പിള്ളയാണ്. ഒന്നാമത് ഇവൻ 2 അടിച്ചുകൊണ്ട് വരുന്നു, അതിൻ്റെ കൂടെ മൂപ്പിച്ചും കൂടെ കൊടുത്തു. അവൻ അടുക്കളയിൽ പോയി പിച്ചാത്തി എടുത്തോണ്ട് ഇപ്പം വെട്ടിച്ച് കാണിച്ചു തരാം അവിടെ എന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലോട്ട് ചെല്ലുന്നു. മുറിക്കടാ ഓല എന്ന് പറഞ്ഞു. മുറിക്കത്തിലടാ എന്ന് പറഞ്ഞു. കത്തിയെടുത്ത് ഒറ്റ കുത്ത്. അവൻ ചത്തു. അവൻ്റെ കുടുംബം അനാഥമായി. ഇവൻ ജയിലിലായി. ഇവൻ്റെ കുടുംബവും അനാഥമായി. ഇപ്പോഴാ മനുഷ്യൻ പറയുന്നു, ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചതല്ല. പാപത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. നാം പലപ്പോഴും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും ആഗ്രഹിക്കാത്ത തിന്മകളിലൂടെ വലിച്ചു കൊണ്ടുപോയി ഒടുവിൽ 1 മുഴം കയറിലോ 1 കുപ്പി വിഷത്തിലോ നിന്നെ തീർത്ത് കളയാൻ കെൽപ്പുള്ള നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്ന അദൃശ്യമായ ഇരുട്ട് അത് നിന്നെ വിഴുങ്ങുന്നതിന് മുമ്പ് പാപമോചനം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നോക്ക്, നമ്മുടെ കൺമുമ്പിൽ ഓരോ ദിവസവും പറന്നു വീഴുന്ന പത്രത്താളുകളിലും സ്വീകരണ മുറിയിൽ ഇരിക്കുന്ന TV ചാനലുകളിലും വരുന്ന സകലമാന വാർത്തകളും പകൽ പോലെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ടുണ്ട്. ബിവറേജിൽ പോയ 2 കൂട്ടുകാർ, എൻ്റെ ചങ്കാണ് ചങ്കടിപ്പാണെന്ന് പറഞ്ഞ 2 കൂട്ടുകാർ, അവർ ഒരുമിച്ചൊരു കുപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ച് കുപ്പി പൊട്ടിച്ച് അടി തുടങ്ങി. കുപ്പി അടിച്ചു തീർത്തപ്പോൾ ചങ്ക് കുപ്പിയെടുത്ത് ഉടച്ച് മറ്റേ ചങ്കിൻ്റെ കഴുത്തറുത്ത് കളഞ്ഞു. കുടിക്കുമ്പോൾ ഒരു ധാരണയില്ല കൊല്ലുമെന്ന്, കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും തീരുമാനമില്ല കൊല്ലുമെന്ന്. പക്ഷേ കുടിച്ചു കഴിഞ്ഞ ആ ഒരു നിമിഷത്തിൽ ചങ്കിൻ്റെ കഴുത്തറുത്തു. ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ജീവിയാണ്. കാരണം അവൻ്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ശരിയാണ്, അതുകൊണ്ടാണ് ഇവിടെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് നാട്ടിലെ കുറ്റകൃത്യങ്ങൾക്ക് തടയിടാൻ കഴിയാത്തത്. നാട്ടിൽ കുറ്റകൃത്യം പെരുകുന്നു, അതിനെന്താ ചെയ്യേണ്ടത്? അതിന് പിണറായി രാജിവെക്കണമെന്നാണ് പറയുന്നത്. പിണറായി രാജിവെച്ചാൽ കുറ്റകൃത്യം മാറുമോ? ഇല്ല. പിണറായിയുടെ സ്ഥാനത്ത് വേറൊരു ഭരണാധികാരി വന്നാലോ കുറ്റകൃത്യം തുടരും. കാരണം എന്താ? പാപത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനം ഭരണഘടനയ്ക്കില്ല. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ പിണറായി സഖാവിനൊരു പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി നാട് രക്ഷിക്കാമായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിൻ്റെ ചാരമെടുത്ത് പമ്പയിലോ കാവേരിയിലോ ഒഴുക്കി മനുഷ്യനെ രക്ഷിക്കായിരുന്നു. പാപം ഒരു വടവൃക്ഷമായിരുന്നെങ്കിൽ ഒരു പണിക്കാരനെ വിളിച്ച് അതിനെ വേരോടെ വെട്ടിക്കളഞ്ഞ് നാടിനെ രക്ഷിക്കായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികൾ മനസ്സിലാക്കണം, വെട്ടിക്കളയാൻ കഴിയുന്ന ഒരു വൃക്ഷമല്ല പാപം, കത്തിച്ചു കളയാൻ കഴിയുന്ന ഒരു വസ്തുവല്ല പാപം, അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു മനുഷ്യനല്ല പാപം. പിന്നെന്താ? മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരുന്ന് അവനെ സകലവിധമാകുന്ന തെറ്റുകളിലേക്കും തിന്മകളിലേക്കും വലിച്ചു കൊണ്ടുപോയി ഒടുവിൽ നരകത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഇരുട്ടിൻ്റെ ആത്മാവാണ് പാപം. അത് മനുഷ്യൻ്റെ അകത്ത് കുടിയിരിക്കുന്നു. ചില ആളുകൾ പറയും, ശരിയാ, ആ പറഞ്ഞതിൽ കാര്യമുണ്ട്, മനുഷ്യൻ പാപിയാണ്. അപ്പോൾ സഹോദര, താങ്കൾ പാപിയാണെന്ന് തിരിച്ചറിയുന്നുവോ? ഏയ് ഇല്ലില്ല, ഞാൻ പാപിയല്ല. അതെന്താ? അല്ല, ഞാൻ ഇന്ന് വരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പാപിയല്ല. നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ 5 മൂർഖം പാമ്പ് വളർത്തുന്നുണ്ടെന്ന് ചിന്തിക്കുക. 5 മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ട്, 4 എണ്ണം സകലരെയും കടിച്ചിട്ടുണ്ട്. ഒരു പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല. അതുകൊണ്ട് കടിക്കാത്ത പാമ്പിന് വിഷമില്ലെന്ന് ആരെങ്കിലും പറയുമോ? കടിക്കാത്ത പാമ്പിന് വിഷമില്ല എന്ന് പറയാൻ സാധിക്കില്ല. എപ്പോഴെങ്കിലും കടിച്ചാൽ വിഷം പുറത്തു വരുന്ന പോലെ തന്നെയാണ് മനുഷ്യനും. ഇന്നലെ വരെ അവൻ നല്ലവനാ, നാളെ അവൻ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത പാപമെന്ന വിഷം അവൻ്റെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാത്രം കാലങ്ങളായിട്ട് മാറ്റം വരാത്തത്. കണ്ടുപിടുത്തങ്ങൾ മാറുന്നു, ഇൻ്റർനെറ്റ് മാറുന്നു, ശാസ്ത്രം പുരോഗമിക്കുന്നു, മനുഷ്യൻ ആകാശത്ത് പറക്കുന്നു. ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ ഒക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കാലം അല്ലേ? ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള പഠനം തുടങ്ങി. സുനിത വില്യംസ് ബഹിരാകാശത്ത് താമസിച്ച് തിരിച്ചു വന്നിട്ടും UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രനിൽ 30 ഏക്കർ വസ്തു മേടിച്ചെന്തെല്ലാം മാറ്റങ്ങൾ ലോകത്തിൽ വന്നിട്ടും മാറ്റം വരാത്ത ഒന്നുണ്ടെങ്കിൽ ഇരുകാലി മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ അകത്ത് 50 രൂപയുടെ ഒരു സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ട് വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? മാറ്റങ്ങൾ പല മേഖലയിലും വന്നു, പക്ഷേ മാറാത്ത മേഖല ഇതൊക്കെയാണ്. കാര്യം, തരം കിട്ടിയാൽ കക്കൂസേന്ന് കപ്പടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യനുള്ള നാടാണെന്ന് അറിയാവുന്നത് കൊണ്ട് അത് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുക, മാറ്റം വരുന്നില്ല.
അപ്പം എല്ലാ മേഖലകളും മാറിയിട്ടും മാറ്റം വരാത്തൊരു മേഖലയായി ഇരുകാലി മനുഷ്യൻ തുടരുന്നതിൻ്റെ കാരണം സുബോധമുള്ളവൻ തിരിച്ചറിയണം, പാപം അവനെ കീഴടക്കിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? പാപം. അപ്പോൾ പണ്ടാരാണ്ട് ചോദിച്ചു, പണ്ടങ്ങാണ്ട് ഒരു ആൻറ്റി ഒരു ആപ്പിൾ തിന്നതിനാണോ ഇത്രയും വലിയ പാപം എന്നൊക്കെ ഈ വിളിച്ചു പോകുന്നത്? പണ്ടങ്ങാണ്ട് ഒരു പെണ്ണുമ്പിള്ള ഒരു ആപ്പിൾ തിന്ന് കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. കേവലം ഒരു പഴം തിന്നതാണോ പാപം? ശ്രദ്ധിക്കണേ. ആപ്പിളെന്നോ ഓറഞ്ചെന്നൊന്നും ബൈബിളിലില്ല. പിന്നെ പലരും അത് ആപ്പിളാക്കി വെച്ചിരിക്കുക, ഇരിക്കട്ടെ, നല്ല പഴമായതുകൊണ്ട് വിട്ട് കളയാം. കേവലം ഒരു പഴം തിന്നതാണോ പാപമെന്ന് ചോദിച്ചാലല്ല, പിന്നെന്താ? നോക്കൂ, ഇവിടെ അടുത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അതിര് തർക്കം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. രണ്ട് കുടുംബങ്ങൾ അതിര് തർക്കം ഉണ്ടാകുന്നു. നാട്ടുകാർ അടിയാകുന്ന കണ്ടിട്ട് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വരുന്നു. റവന്യൂ വകുപ്പുകാരെ വിളിക്കുന്നു. സമാധാനിപ്പിക്കാൻ നോക്കുന്നു. സമാധാനമില്ല. എന്നാൽ കോടതി കേസെടുക്കട്ടെന്ന് പറയുന്നു. ആ കേസെടു, കോടതി വരട്ടെ, തീരുമാനിക്കട്ടെ. ആ ശരി, എന്നാൽ അങ്ങനെ ആട്ടെ. അടുത്ത് കണ്ട മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയറ്, ഞങ്ങൾ കൊല്ലത്തുകാർ ഇഴക്കയറെന്ന് പറയും, 2 രൂപയുടെ വള്ളിക്കയറ് മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റി അടിച്ച് വലിച്ചു തിരിച്ച് കെട്ടിയിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരുന്നവരിവിടെ തമ്മിലടിക്കരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. പോലീസും പോയി, റവന്യൂം പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലെ ഒരു വീട്ടിലെ ചെറുക്കൻ, തലതെറിച്ച ചെറുക്കൻ പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി ആ കയറെല്ലാം മുറിച്ചം കളഞ്ഞു. അവന്മാരുടെ ഒരു കയർ കെട്ടി വെച്ചിട്ട് പോയേക്കുന്ന കയർ മുറിച്ചം കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വരുന്നു. ആരുടെ കയറ് മുറിച്ചു? തോണ്ടല്ല, അവനാ സാറ്. ഇങ്ങോട്ട് പാടാന്നും പറഞ്ഞ് പിടിച്ചു. ചെവിക്കിട്ട് ഒറ്റയടി കയറടാ ജീപ്പിൽ എടുത്ത് അങ്ങോട്ട് ഇട്ടു. ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചി പറഞ്ഞ ഡയലോഗ് ഒന്ന് കേട്ടെ. അമ്മച്ചി പറയുക, അയ്യോ എന്തരടിയാ കൊച്ചനെ ഇട്ടടിക്കുന്നത്, 2 രൂപയുടെ കയറ് മുറിച്ചവൻ ഇങ്ങനെ ഇട്ടടിക്കണമെന്ന്. അപ്പം അമ്മച്ചിയുടെ ചിന്ത എന്താ? 2 രൂപയുടെ കയറ് മുറിച്ചവന് തല്ലുന്നതിന് തോണ്ട മത്തായുടെ കടയിൽ തൂങ്ങി കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്. ഞാൻ വേണേൽ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചിട്ട് ആ കൊച്ചിനെ അങ്ങ് വിട്ടേക്കാൻ. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുവോ? വിടത്തില്ല. കാരണം 2 രൂപയുടെ കയറ് മുറിച്ചതല്ലല്ലോ അവിടുത്തെ പ്രശ്നം, നിയമലംഘനം നടന്നു എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, കേവലം ഒരു പഴം തിന്നതല്ല പാപം. സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം മനുഷ്യൻ ലംഘിച്ചു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്പോഴാണ് അടുത്ത ബുദ്ധിജീവിയുടെ ചോദ്യം വരുന്നത്, എടോ ഉപദേശി, ആദമും ഹവ്വായും പാപം ചെയ്തു, ശരി ഇരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു. അതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാന്ന് പറയുന്ന യുക്തിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നു. നിരപ്പിക്കാം. ശ്രദ്ധിച്ചാട്ടെ, ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ ലോകത്തെ രാജ്യത്ത് ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തൊരു രോഗം നിലനിൽക്കുന്നു. എന്താ? HIV, എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, എയ്ഡ്സ് രോഗിയായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും? എയ്ഡ്സ് രോഗി. ചോദ്യം, ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണെന്ന് അറിയുന്ന ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഈ കുഞ്ഞ് എയ്ഡ്സ് രോഗിയായി തീരാൻ ആ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കുഞ്ഞ് വ്യഭിചാരം ചെയ്തുവോ? കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചുവോ? ഈ കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് അറിയാതെ ഷേവ് ചെയ്തിട്ട് രോഗിയായതാണോ? അല്ല. കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ആരാ തെറ്റ് ചെയ്തേ? അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞ് ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കുന്നത് ഒരു ഡിഗ്രിക്കും എതിർപ്പില്ല, ഒരു ബുദ്ധിജീവിക്കും എതിർപ്പില്ല, ഒരു നേതാക്കന്മാർക്കും എതിർപ്പില്ല. കാരണം അവർക്ക് പറയാനൊരു ഉത്തരവുണ്ട്, അത് രക്തത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് വന്ന അല്ലയോടോ ഉപദേശിന്ന്. ആണല്ലോ. അങ്ങനെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വരുമെന്നതിന് വേദപുസ്തകം പറയുന്ന ഒരു ഉത്തരവൊന്ന് വായിച്ചു കൊടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 17:26. ഒന്ന് കാത് തുറന്ന് കേട്ടാട്ടെ. 17:26. വായിച്ചോട്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. നിൽക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം, അവൻ എന്ന പദം ആരെ സൂചിപ്പിക്കുന്നു? ദൈവത്തെ സൂചിപ്പിക്കുന്നു. ഒരുത്തൻ എന്ന പദം ആരെ സൂചിപ്പിക്കുന്നു? ആദമിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെങ്കിൽ ഇങ്ങനെ വായിക്കാം, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ആദമിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, പിന്നെയോ മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. തലേ കയറിയോ? ഇവിടുത്തെ കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ചരട് കെട്ടിയവനെയും കുടുംബ കെട്ടിയവനെയും എല്ലാം ആദാമെന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. മനസ്സിലായോ? എത്ര മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റാന്ന് നോക്കി. അപ്പുറത്ത് താമസിക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്ത് താമസിക്കുന്ന കൊന്തയിട്ടവനും മുമ്പിൽ താമസിക്കുന്ന തൊപ്പിയിട്ടവനും നിൻ്റെയും എൻ്റെയും
സഹോദരനാണെന്നും അവനെയും എന്നെയും സൃഷ്ടിച്ചത് ഒരു ദൈവമാണെന്നും പഠിപ്പിക്കുന്ന ഈ പുസ്തകമല്ലാതെ ഏത് പുസ്തകമാണ് ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെടേണ്ടത്? ചിന്തിച്ചു നോക്ക്. ഒറ്റ രക്തത്തിൻ്റെ ഉടമ, കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനുമെല്ലാം ഒറ്റ രക്തം. ഇനിയിപ്പോൾ അത് തെളിയിക്കണമെന്ന് ചോദിച്ചാൽ നാളെ രാവിലെ 4 ബോട്ടിലെടുത്ത് 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു, അടുത്ത ലാബിലോട്ട് കൊടുത്താൽ 10 മിനിറ്റ് മിടിക്ക് പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കുന്നത് ഇത് ആന, ഇത് ആട്, ഇത് പോത്ത്, ഇത് പശു കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്കണം. ഒന്നിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ്റെ രക്തം, ഇനിയൊന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനിയൊന്നിൽ നമ്മുടെ ഉപദേശിയുടെ രക്തം. അതേ ലാബിൽ കൊടുത്താൽ ഏതെങ്കിലും പിള്ളേർ ഒട്ടിച്ച് വരും. ഇതേ മാറിപ്പോവല്ലേ, മൂല ഇരിക്കുന്ന മുസ്ലിയാർ, അറ്റത്തിരിക്കുന്ന പൂജാരി മേപ്പോട്ട് വെച്ചിട്ടുണ്ട്, പള്ളിയിലച്ഛനെന്ന് തരുമോ? അങ്ങനെയൊന്നും തരത്തില്ല. ABCD ഗ്രൂപ്പ് വേണേൽ തിരിച്ചെന്നിരിക്കും. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നേ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം എന്ന് പറയും, മനുഷ്യൻ്റെ രക്തം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രക്തം കൊടുക്കുമ്പോൾ ആർക്കും വലിയ മസിലൊന്നും ഇല്ലല്ലോ. ഹിന്ദുവിനിപ്പോൾ രക്തം വേണം, ഹിന്ദുവിൻ്റെ തന്നെ വേണമെന്ന് പറയുമോ? ഇല്ല. മുസൽമാൻ രക്തം വേണം, ജമാഅത്തിൽ നിന്ന് തന്നെ വേണമെന്ന് പറയുമോ? ഇല്ല. എവിടെയെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോയെന്നേ നോക്കത്തുള്ളൂ രക്തം കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നോക്ക്, രക്തം കൊടുക്കുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൊന്തയും കുരിശും കഴുത്തിലിട്ട ക്രിസ്ത്യാനി ചെറുക്കൻ ബൈക്ക് ഓടിച്ച് പോയി ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി തല പൊട്ടി നാട്ടുകാരെ പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെറുക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് കരഞ്ഞു. തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവി കൊടുത്ത് RSSകാരൻ പറഞ്ഞു അമ്മ കരയണ്ടമ്മ, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ, ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഉണ്ടോ? പറയത്തില്ലെന്നേ. പക്ഷേ മനുഷ്യന് സുബോധം ആശുപത്രിയിൽ കിടക്കലേ ഉള്ളൂ, പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇല്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞ് ആരോഗ്യമൊക്കെ വെച്ച് പിന്നെ ശരീരമൊക്കെ ഒന്ന് തിന്ന് കുടിച്ച് തടിച്ച് കൊടുത്ത് ജിമ്മിലൊക്കെ പോയി ശരീരമൊക്കെ ഒന്ന് ഉരുട്ടി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ മുഴച്ച് പൊങ്ങി സഞ്ചരിക്കുന്ന ഇറച്ചി കട പോലെ നടക്കുമ്പോൾ എവൻ്റെ ചിന്ത ആരെ എന്തും ചെയ്യാവുന്ന, അവിടെയാ പ്രശ്നം. അതുകൊണ്ട് മനുഷ്യന്മാർ മനസ്സിലാക്കണം, ഒരൊറ്റ രക്തത്തിൻ്റെ ഉടമയായിട്ടാണ് സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആദാമ്യ രക്തത്തിൽ കലർന്ന പാപം സകല മനുഷ്യരിലേക്കും പ്രവേശിച്ചു. വേദപുസ്തകം പറയുന്നു ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപത്തിലായി. അതല്ലെങ്കിൽ ഇനി ഉപദേശിമാർ പറയുന്ന പോലെ ക്രിസ്ത്യാനികൾ മാത്രം അങ്ങ് പാപിയായാൽ പോരെ എന്നാണ് ചോദ്യമെങ്കിൽ നാട്ടിലെ ജയിലുകളിൽ ക്രിസ്ത്യാനികൾ മാത്രമേ കാണാൻ പാടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും പാപമില്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങളും കാണരുത്, ഹിന്ദുക്കളും കാണരുത്. പക്ഷേ സംഗതി അങ്ങനല്ല. തോമസ് കുട്ടിയും പ്രതി, മുഹമ്മദ് കുട്ടിയും പ്രതി, നാരായണൻ കുട്ടിയും പ്രതി, എല്ലാ കുട്ടികളും പ്രതിയാണ്. അപ്പം വേദപുസ്തകം പറയുന്ന ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യനായി പിറന്ന സകലരുടെ അകത്തേക്ക് ഈ പാപമെന്ന് പറയുന്ന ഇരുട്ട് പ്രവേശിച്ചു. അപ്പൊ മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചു. അപ്പൊ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. ശ്രദ്ധിച്ചോണേ പറയുന്ന ചിന്ത, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വില്ലേജിൻ്റെ അകത്ത് ഒതുങ്ങുന്ന പുള്ളി അല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ അകത്ത് ഒതുക്കാൻ പറ്റുന്നവൻ അല്ല. ഈശ്വരൻ പടച്ചവൻ സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ ഒതുക്കാൻ പറ്റുന്ന പുള്ളി അല്ല. ദൈവം ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് തളച്ചിടാൻ പറ്റുന്നവൻ അല്ല. ദൈവം ഇനി മുതൽ പിന്നെ കോട്ടയം ജില്ലയിലുണ്ട്, ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തെ ഒരു ജില്ലയിലും തളച്ചിടാൻ പറ്റത്തില്ല. മനസ്സിലാക്കുന്നുണ്ടോ? മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല സൃഷ്ടാവായ ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കടക്കാനും അടയ്ക്കാനും തുറക്കാനും നിൻ്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. നിൻ്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കും, ശരി സേട്ടാ അങ്ങനെ ചെയ്യാം സേട്ടാ എന്നവൻ പറയും. അതുപോലെ മനുഷ്യൻ്റെ കൽപ്പനകൾക്കും വാക്കുകൾക്കും അനുസരിക്കുന്ന ഒന്നല്ല സൃഷ്ടാവായ ദൈവം. MBBS MDയും ഡിഗ്രിയൊക്കെ പഠിച്ച ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന പണി 58 ചെയ്തേ ചൊടുവി പറയുന്നൊരു പദമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. സകലമാന ഡിഗ്രിക്കും മേലെയാണ് ദൈവം. മനസ്സിലായോ? ഇവിടെ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ ദൈവത്തെ അനുസരിപ്പിക്കാൻ നോക്കുക. അത് നമ്മുടെ ആളുകളും കുറച്ചൊക്കെ കരുതിയിരിക്കണം. ഇപ്പോൾ കുറേ പിള്ളേർ സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റേജിൽ കയറി ആത്മാവ് ഇപ്പോൾ തന്നെ ശക്തിയോടെ ഇറങ്ങട്ടെ വ്യാപരി. ഇവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും ഇവൻ്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. ഇതൊക്കെ ഇച്ചിരി ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ശുശ്രൂഷ പിള്ളേർ കളിയല്ല, കുഞ്ഞുകളിയല്ല. സ്റ്റേജിൽ കയറി കിടന്ന് എന്തെല്ലാം വിക്രിയകളാണെന്നറിയാമോ?
അടുത്തിരിക്കുന്നവരെ നോക്കി പല്ലിളിച്ച് പിന്നെ ഒന്ന് കുലുക്കി ആട്ടി, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. മര്യാദയ്ക്ക് കർത്താവിന് പാടി ശുശ്രൂഷ ചെയ്യുന്നവരൊന്നും ഇപ്പോൾ ആവശ്യം ഇല്ല. സ്തോത്രം. മനസ്സിലായോ? പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കും. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പം വരി മാറ്റിയാൽ മതിയെന്നാണ് പറയുന്നത്. DJ അങ്ങനെ തന്നെ കിടന്നോട്ടെ, വരി മാറ്റിയാൽ മതിയെന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം നമ്മുടെ ഉപദേശിമാരൊക്കെ ഇതിനൊക്കെ കൈയടിക്കുന്നത് കാണുമ്പോഴാണ് ഈ പറഞ്ഞു പോകുന്നത്. ഉപദേശിമാർ പറയും അപ്പോൾ പണ്ടത്തെ കാലമൊന്നും നമ്മൾ പിള്ളേരെ അങ്ങനൊന്നും ഇച്ചിരി അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വേണമെന്ന്. ഇനിയിപ്പം നമ്മുടെ ആരാധനയൊക്കെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ DJ ലെവലിലാകും. ഇവരൊക്കെ ജീവനോട് ഉള്ളിടത്തോളം ഇങ്ങനെയൊക്കെ പോകും. ഇനി അത് കഴിഞ്ഞ് വരുമ്പം എന്താകുമെന്ന് കണ്ടറിയണം. സ്തോത്രം. സങ്കടം കൊണ്ട് പറയുക. പിന്നെ വരി അങ്ങ് മാറ്റി എഴുതി എളുപ്പമുണ്ടല്ലോ. മറിയ അമ്മ കരഞ്ഞല്ലേ പെറ്റത്, അങ്ങനെ ആക്കിയാൽ മതി. വരി മാറ്റിയാൽ മതി. ഉണ്ണീശോയെ അവളല്ലേ പെറ്റത്. എന്തെല്ലാം വേഷം കിട്ടാമെന്നറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം ദൈവദാസന്മാരെ, ഞാനിത് പറയുന്നത്, പിതാവായ ദൈവം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യഹോവയായ ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര ബഹുമാനവും ഭയവും ഭക്തിയും വരുന്നുണ്ടോ, അതിലൊരു തരി കുറയാതെ പുത്രനെന്ന് കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും ഉണ്ടാകണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ദൈവിക തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലില്ലാത്ത ദൈവമല്ലേ. അങ്ങനെങ്കിൽ മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ കമാൻഡ് ചെയ്താൽ അത് പിതാവിനെ കമാൻഡ് ചെയ്യുന്നത് പോലെയും പുത്രനെ കമാൻഡ് ചെയ്യുന്നത് പോലെയും തന്നെ അല്ലേ? അതാ ഈ പറയുന്ന നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. ഈ വീഡിയോയുടെ മുമ്പിൽ കയറി വേഷം കെട്ടോ ഇതൊന്നും അല്ല കേട്ടോ, കുഞ്ഞുകളിയൊന്നും അല്ല ശുശ്രൂഷ. അത് മനസ്സിലാക്കിക്കോണം. ഞാൻ വിശ്വാസികളോടും ഒരു ബോധത്തിന് വേണ്ടി പറയുക, ബൈബിൾ എടുത്ത് പിള്ളേരെ കൊടുത്തിട്ട് അമ്മ മൊബൈലും പിടിച്ചുകൊണ്ട് നിൽക്കുക ചെറുക്കനെ വൈറലാക്കാൻ. കൊച്ചിനെ വൈറലാക്കാൻ കളിപ്പിക്കാനുള്ള കളിപ്പുസ്തകമല്ല വിശുദ്ധ തിരുവെഴുത്ത്. ഇത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് കൂടി ഓർത്തോണം. ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് സൗകര്യമുള്ളവർ വിളിച്ചാൽ മതി. ഞാൻ ഈ വേദി തപ്പി നടക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് കവലയുണ്ട് പ്രസംഗിക്കാൻ. അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പക്ഷേ ദൈവത്തോടൊരു നീതി പുലർത്തണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ദൈവദാസന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുക. പിള്ളേർ കയറി കിടന്നങ്ങോട്ട് ഇപ്പോൾ തന്നെ കൊച്ചു പേട്ട് പിള്ളേരൊക്കെ അച്ഛാ ഇത് കാണുമ്പോൾ ഇവന്മാർ നല്ല അടി കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു കൊണ്ടുവരുന്ന വരെ പേട്ട് പിള്ളേരെയൊക്കെ സ്റ്റേജിൽ കയറ്റിയിട്ട് അന്യഭാഷയും പറഞ്ഞ് ഇവനത് കളിയാണോ ഇത്? അതിന് വേണം ഒരു നേരത്തെ പറഞ്ഞ പോലെ വാക്യവും കൂടെ കൂട്ടുപിടിക്കും. എന്തോ വാക്യം? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ശിശുക്കൾ. ഇവനാണോ ശിശു? വേദപുസ്തകം പറയുന്ന ശിശു എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്തുവാ? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണം. രക്ഷിക്കപ്പെട്ടവനെയാ, പുതുതായി ജനിച്ചവനെയാ ലേഖനം ശിശു എന്ന് പറയുന്നത്. അല്ലാതെ രക്ഷ എന്തുവാന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഈ പിള്ളേർ. നാളൊരുത്ത ഒരു അമ്മച്ചിയുടെ തല മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാനോ അഴിയട്ടെ എന്ന്. ഈ പെണ്ണുമ്പിള പിന്നെ വീട്ടിൽ നിന്ന് തയ്യാറായിട്ട് വന്ന കിടന്ന ആട് ഇപ്പം ഞാൻ നിന്നെ കത്തിക്ക് കളയാന്ന്. അപ്പം കത്തിക്കുക. അപ്പം ഞാനിത് നോക്കിയപ്പം വീഡിയോ കണ്ടപ്പം കൂടെ ഇരിക്കുന്ന കുറേ ഉപദേശിമാർ ചാടി എഴുന്നേറ്റ് അങ്ങ് തുള്ളുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ അതിൽ ഒരാൾ എനിക്ക് നല്ല പരിചയമുള്ള അടുപ്പമുള്ള ആളും. അപ്പോൾ എനിക്ക് ഇച്ചിരി ചൂട് പിടിച്ചു. ഞാൻ പുള്ളിയുടെ ഫോണിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഷമീർ കൊല്ലവാ. എന്നാ പാസ്റ്ററെ? മീറ്റിംഗ് നേരത്തെ നടന്നതാണ് കേട്ടോ. വീഡിയോ ഞാൻ കണ്ടപ്പം വിളിച്ചെന്നാണ് പറഞ്ഞു, അല്ല നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ല. അപ്പം വിളിച്ചു. അപ്പോൾ എന്നാ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ വെച്ചാൽ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സീനിയറായിട്ടുള്ള ദേവദാസന്മാരെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്നത്. അപ്പം അച്ഛനോടൊന്ന് ചോദിക്കാൻ വിളിച്ചാന്ന് പറഞ്ഞു. എന്നോടോ? ഞാൻ പറഞ്ഞു എന്നെ ചോദിക്കുന്നതിന് എന്നാ? എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഈ ദൈവദാസന്മാർക്ക് പിശാചിനെ കത്തിക്കാൻ അധികാരം തരുന്ന വാക്യം ഏതാന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കതൊന്ന് കാര്യം അങ്ങനെയാണ് ഇത്ര ഉപദേശിമാർ കത്തിച്ചിട്ടും പിന്നെ ഇതെന്നെ പ്രസവിച്ച് വരുവാണോ? അപ്പോൾ ഒന്ന് അറിയണമല്ലോ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. മനസ്സിലായി. മേലെ ഇമ്മാതിരി വിക്രികൾ കാണിക്കരുതെന്ന് പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പേര് പറയാത്ത. തിരുത്തണമല്ലോ. അപ്പം നിങ്ങൾ ചിന്തിക്കുക അതെന്താ അങ്ങനെയെന്ന്. ഇവളിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് കൽപ്പിക്കുവാനുള്ള അധികാരം അഭിഷേകമുള്ള ദൈവദാസന്മാരുടെ നാവിൻ തുമ്പത്തുണ്ട്. ഇവളിൽ നിന്ന് പുറപ്പെട്ടു പോക എന്ന് കൽപ്പിക്കാം. അതിൻ്റെ അപ്പുറത്ത് കത്തിക്കാൻ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതിനാളും വരുന്നുണ്ട്.
സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ അറിവില്ലായ്മയിലുള്ള തുള്ളൽ നിർത്താൻ വേണ്ടി ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പൊതുസമൂഹത്തോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും വന്നിരിക്കുന്ന നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾക്കുള്ളത് തരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ ദൈവം എന്നാ വായിച്ചത്. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ് ദൈവം. അപ്പൊ ചോദ്യം വരും, എവിടാ ഉപദേശിച്ച് ദൈവം കുടിയിരിക്കുന്നതെന്ന്, അല്ലേ? അതിന്റെ 24-ാം വാക്യം മറുപടിയായിട്ട് എഴുതപ്പെട്ടത് ഒന്ന് വായിച്ച. 24, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. കേട്ടോ കേട്ടോ, ലോകവും അതിൽ കാണുന്നതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ഒന്നും ദൈവം വാസം ചെയ്യുന്നില്ല. തിരുവെഴുത്ത് പറയുക, ഞങ്ങളാരും പറയുകയല്ല. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവചനം പറയുക, ഈ ലോകവും അതിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അവൻ മാനുഷിക കൈപ്പണിയായ കെട്ടിടങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. ദൈവത്തെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ, ആകാശം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗോപുരം പോലെ മുട്ടുന്ന ഏതെങ്കിലും കെട്ടിടങ്ങളിലോ പള്ളികളിലോ ഒന്നും ദൈവം കുടിയിരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭൂകമ്പം ഉണ്ടായി പള്ളി ഒന്ന് ഇടിഞ്ഞു വീണാൽ വിശ്വാസികളെല്ലാം കൂടെ വെളിയിലിറങ്ങി നിന്ന് നെഞ്ചത്തടിച്ച് എൻ്റെ യേശുവിന് ഈ ഗതി വന്നല്ലോ എന്ന് പറയേണ്ടി വരത്തില്ലേ? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ്റെ കൈപ്പണിയായ ഒരു കെട്ടിടങ്ങളിലും ദൈവം വസിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ എവിടെയാ ഉപദേശിച്ച് ദൈവം വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതാണ് ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത. സ്വർഗത്തിലെ സൃഷ്ടാവായ ദൈവം വസിക്കാൻ ആശിക്കുന്ന മന്ദിരം എൻ്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. ഇന്ന് രാത്രി തുറക്കപ്പെടേണ്ടത് നിന്റെ ഹൃദയമാണ്. ദൈവത്തിനായി ഇന്ന് രാത്രി നിന്റെ ഹൃദയവാതിൽ തുറക്കപ്പെടണം. അതാണ് സുവിശേഷത്തിന്റെ കാതൽ. എന്തുകൊണ്ട്? ഇപ്പം നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് കുടിയിരിക്കുന്നത് ആരാ? പാപമെന്ന് പറയുന്ന ഇരുട്ടിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയക്കൂടിൽ കുടിയിരിക്കുന്നു. ആ ഹൃദയവാതിൽ തുറന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നീ ഇടം കൊടുത്താൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയക്കൂടിൻ്റെ അകത്തിരിക്കുന്ന ഇരുട്ട് പുറത്തുപോയി സ്വർഗത്തിലെ ദൈവം നിന്നിൽ വസിക്കുവാനിടയാകും. അപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എത്ര മനോഹരമായ അനുഭവം! ദൈവം വസിക്കുവാൻ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. മനുഷ്യൻ അത് കഴിഞ്ഞില്ല. കാരണം പാപം അവൻ്റെ അകത്ത് കയറി. പാപം അകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യന് അവൻ സൃഷ്ടാവിനെ മറന്നു. സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. അത് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന പോലെ സിമ്പിളായി പറയാം. മക്കളെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാടാ? പറ. ദൈവം. കണ്ടോ? പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ടേ. മനുഷ്യനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടേടാ, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മനുഷ്യൻ. കണ്ടോ? പിള്ളേർക്ക് മനസ്സിലായിട്ടും വലുതിൻ്റെ തലയിൽ കയറുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ആരാ? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആരാ? മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ പറ്റാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ഈ പേട്ട് മനുഷ്യനാണ് ആരെ സൃഷ്ടിക്കുന്നത്? ദൈവത്തെ സൃഷ്ടിക്കുക. അവൻ സൃഷ്ടിച്ചു തരും. ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണം, ലിപ്സ്റ്റിക് ഇട്ട് വേണം, ഇടാത്ത ആരുണ്ടാക്കി തരും? ഈ പേട്ട് മനുഷ്യൻ ഉണ്ടാക്കിയത്. ഇത് മനുഷ്യന് സുബോധം ഇല്ല. അതാ പറയുന്നത്, പാപം എന്ന് പറയുന്ന ഇരുട്ടകത്ത് കയറിയപ്പോൾ സൃഷ്ടിച്ച ദൈവത്തെ മറന്നിട്ട് സൃഷ്ടാവിന് മഹത്വം കൊടുത്തെന്ന് വായിച്ച റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 തിരുവചനങ്ങളിലേക്ക്. റോമർ 1:21 മുതൽ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. കണ്ടോ? മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യൻ അറിയാമായിരുന്നിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ട് പ്രവേശിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചേ. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. കണ്ടോ? പാപം അകത്ത് പ്രവേശിച്ചപ്പോൾ തലച്ചോറ് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്ന്. പക്ഷെ സത്യത്തിൽ ഒന്നും അറിയത്തില്ല, മൂഢരായിപ്പോയി. ശരിയല്ലേ? ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പാലോട്, ഞാൻ ജനിച്ചതേ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞൊരു അച്ചായൻ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പിന്നെ യേശുവിൻ്റെ പേരെന്താണെന്നൊന്ന് പറയാൻ. പോയില്ലേ?
യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ പുള്ളി പറയാ യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. തീർന്നില്ലേ? യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. ജനിച്ചത് ക്രിസ്ത്യാനി. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടുമെന്ന് തിരുവഴുത്തിലുണ്ട്. പക്ഷെ അച്ചായം കണ്ടിട്ടില്ല. കാര്യം എന്താ? ബൈബിൾ തുറന്നാലല്ലേ കാണൂ. ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് കറണ്ട് ചാർജിൻ്റെ കോപ്പിയും കരമടച്ചതിൻ്റെ രസീതും തൊഴിലുറപ്പിൻ്റെ ചീട്ടും നോട്ടീസും എല്ലാം വെച്ച് ബൈബിൾ എടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് എമ്പരത്തിപ്പവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് ബൈബിൾ ഷോക്കേഴ്സിൽ വെച്ച് റോഡിൽ കൂടെ ഓലക്കാലം പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാകുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ പെന്തിക്കോസ് ഉപദേശിമാർ പറയുന്നൊന്നും കേൾക്കണമെന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ല. ഇതിൻ്റെ അകത്തുള്ളത് മനസ്സിലാക്കണമെങ്കിൽ പുസ്തകം തുറന്നൊന്ന് വായിക്കണം, അത്രേ ഉള്ളൂ. വീട്ടിൽ തിരുവചനം നൽകപ്പെട്ടിട്ടുണ്ട്, അത് തുറന്ന് വായിക്കണം, അത്രേ പറയുന്നുള്ളൂ. അല്ല ഇവിടെ ആരും ഉപദേശിമാരുടെ പുറകെ വരണമെന്നൊന്നുമില്ല, വേദപുസ്തകം വായിച്ചാൽ മതി. അപ്പം ശ്രദ്ധിച്ചേ, ഇവിടെ പറയുക ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചേ. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ അങ്ങ് മറന്നു. എന്നിട്ട് സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തെന്നായി വായിച്ച് കിട്ടിയോ? സൃഷ്ടിക്ക് കൊടുത്തു, ദൈവത്തെ അങ്ങ് വിട്ടു. എന്നിട്ട് മഹത്വം ആർക്ക് കൊടുക്കാൻ തുടങ്ങി? മനുഷ്യന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ആരുണ്ടായി? ആൾ ദൈവങ്ങൾ. ഇപ്പോൾ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. ഓരോ ആഴ്ച ഓരോ പഞ്ചായത്തിൽ നിന്ന് വരിക. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാനും പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാ, പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടം മലയാളി. ശ്രദ്ധിച്ചേ, മനുഷ്യന് മഹത്വം കൊടുത്തു, ആൾ ദൈവങ്ങളുണ്ടായി. അടുത്ത എന്തുവാ വായിച്ചേ? മനുഷ്യൻ. പിന്നെന്തുവാ വായിച്ചേ? പക്ഷി, പിന്നെ നാൽക്കാലി, പിന്നെ ഇടജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തു, പക്ഷിക്ക് കൊടുത്തു, നാൽക്കാലിക്ക് കൊടുത്തു, ഇടജാതിക്ക് കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഈ 4 കൂടെ പിടിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? നാൽക്കാലി മേലെ, മനുഷ്യൻ കീഴെ, ഇടജാതി, പിന്നെ ഇടജാതിക്ക് 2 ചിറവും കൂടെ. അപ്പം പൂർത്തിയായി. എന്നിട്ടും പറയുക ജനിച്ചത്. ഒന്ന് ശ്രദ്ധിച്ചേ, പാപം അകത്ത് കയറിയപ്പോൾ സൃഷ്ടാവിനെ അങ്ങ് മറക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെക്കുക. വേദപുസ്തകം പറയുന്നു, ഞാൻ യഹോവയായ ദൈവമാകുന്നു, എൻ്റെ സ്തുതി, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവയ്ക്കപ്പെടാൻ പാടില്ല. എന്നാൽ പാപം ഇരുട്ട് അകത്ത് കയറി മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടു പോയപ്പോൾ അവൻ സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി. എന്താ? യേശുക്രിസ്തു ഭൂമിയിൽ പിറക്കുന്നതിന് ഏകദേശക്കണക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏകദേശക്കണക്ക് ഒരു 700-ൽ പരം വർഷങ്ങൾക്ക് അപ്പുറത്ത് യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ വിളംബരം ചെയ്തു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്ന് പറഞ്ഞേ, കന്യക ഗർഭിണിയായ ഒരു, ഉറക്കെ പറഞ്ഞാട്ട്, കന്യക ഗർഭിണിയായ ഒരു മകനെ, അല്ലേ? എത്ര വർഷം മുമ്പാന്നാ ഞാൻ പറഞ്ഞേ? 700-ൽ പരം വർഷം മുമ്പല്ലേ? ദൈവം അയച്ച പ്രവാചകൻ 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. പ്രസവിച്ചപ്പോൾ മോളായിപ്പോയോ? പറ അങ്ങോട്ട്. പിന്നെ ആരായിരുന്നു? മോൻ തന്നെ ആയിരുന്നു. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഇവിടെ കറങ്ങി നടക്കുന്ന പ്രവാചകൻ 6 മാസം ഉള്ളപ്പോൾ പറയും മോളാകട്ടോ, പ്രസവിച്ചപ്പോൾ മോനാ. പിന്നെ ആ വഴി പുള്ളിയെ കാണാനില്ല. കറങ്ങി നടക്കുന്ന പ്രവാചകനല്ല ദൈവത്തിൻ്റെ പ്രവാചകൻ. ഇത് എപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് അവിടെയാ. ദൈവത്തിൻ്റെ പ്രവാചകനെ തിരിച്ചറിയാൻ മേല, കറങ്ങി നടക്കുന്ന പ്രവാചകനെ പെട്ടെന്ന് തിരിച്ചറിയും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് സൂചന തരാം, അത്രയും പറഞ്ഞു വിടുക. കാരണം ഇത് പൊതുയോഗമാണെന്ന് എനിക്കറിയാം, പൊതുസമൂഹം കേൾക്കാൻ വേണ്ടി. എന്തിനാ ഇത് പറയുന്നതെന്ന് ചിലർ ചോദിക്കും. പറയുന്നതിനും കാര്യമുണ്ട്. പൊതുസമൂഹം വിചാരിക്കുന്നത് ഈ മാജിക്കുകാരെല്ലാം പെന്തിക്കോസുകാരാണ്. അപ്പം ചിലടത്ത് നമ്മൾ പറയേണ്ടി വരിക ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമൊന്നും. കാര്യം ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഒരു കോളനിയിൽ പരസ്യോഗത്തിന് പോയി. പരസ്യോഗത്തിന് പോയപ്പോൾ
പിന്നെ പരശോധന നടന്ന ആ കോളനിയിൽ ഒരു വീട്ടുകാർ സ്വീകരിച്ചു. അവർ പറഞ്ഞു, ഉപദേശിമാരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകും, ഞങ്ങൾ കട്ടനിട്ട് തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ആ സഹോദരി സ്നേഹത്തോടെ വിളിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറി. അപ്പം ചെറിയ വീടാണ്, അങ്ങോട്ടിരുന്നു. കെട്ടിയവൻ അവിടെ കിടന്ന് ഉറക്കുക. സംസാരിക്കുന്ന കേട്ടോണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റ്, ആരാടി എന്ന് ചോദിച്ചു. അല്ല, ഉപദേശിമാർ പരസ്യോധനോട്ട് വന്ന് പെന്തിക്കോസുകാരോ ആന്ന് പറഞ്ഞു. ചാടി അങ്ങോട്ട് എഴുന്നേറ്റ്. പുള്ളി പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു, എന്താണെന്ന് ചോദിച്ചു. ഒരു കാര്യം പറയാനുണ്ട് എന്നാണ്. എന്നിട്ട് പുള്ളി മൊബൈലെടുത്ത് അങ്ങോട്ട് കുത്തിയേച്ച് പുള്ളി അടുത്തോട്ട് കൊണ്ട് പറയാം, നിങ്ങളല്ലേ കർത്താവിൻ്റെ സംഭാഷണം വാട്സാപ്പിൽ റെക്കോർഡ് ചെയ്തതെന്ന്. ഞാൻ കൈ ഊപ്പിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ, ഞങ്ങൾക്ക് ഈ ക്ഷുദ്രജീവികളുമായിട്ട് ഒരു ബന്ധവും പറയേണ്ടി വരുമല്ലേ? എന്തു ചെയ്യാൻ പറ്റും? കാരണം പൊതുസമൂഹം എണ്ണുന്നത് ഇവരെല്ലാം പെന്തിക്കോസാണ്. അതുകൊണ്ടാണ് ഈ ചിലത് പറയേണ്ടി വരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകൻ ആരാന്ന് തിരിച്ചറിയണം. ഇവിടെ ഈ ചെങ്ങന്നൂരിൽ ഒരു ക്ഷുദ്രജീവി ഇരിപ്പുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഒരു മാവിൻ്റെ അവിടുന്ന് പോകുമ്പോൾ തേങ്ങയുടെ ഇപ്പുറത്ത് പോകുമ്പം മതിൽ, പൊളിഞ്ഞ മതിൽ, അതിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ ഒരു വാർത്ത വീട് അല്ലേ? എന്നിട്ട് അവസാനത്തെ ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ എത്ര പേരുണ്ട് അവിടെ? അത് മാത്രം അറിഞ്ഞുകൂടാ. പോകുന്ന വഴിയിലെ മാവ് അറിയാം, അതിൻ്റെ അപ്പുറത്തെ തേങ്ങ അറിയാം, പൊളിഞ്ഞ മതിലറിയാം, വാർത്ത വീടും അറിയാം. വീട്ടിൽ എത്ര പേരുണ്ടെന്ന് മാത്രം ആത്മാവിന്. അപ്പോൾ ചില ഈ മണ്ടന്മാരുണ്ടെന്ന് ഈ മാജിക്ക് വീഴുന്ന ഈ മണ്ടന്മാർ തർക്കിക്കാൻ വേണ്ടി വന്നിട്ട് ചോദിക്കുക, എന്നാലും പാസ്റ്ററേ കൃത്യമായിട്ട് മാവും തേങ്ങയും പറഞ്ഞില്ലേ? അതാ കാര്യം, അത് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളവരോടത്ത് ഞാൻ പറയാം, കാലം മാറിയത് നിങ്ങളൊന്ന് അറിയണം. അതിന് വേണ്ടി ഒരു വാക്ക് അങ്ങ് പറഞ്ഞു വിടുക. അതിലോട്ടൊന്നും പോകുന്നില്ല, നമ്മുടെ വിഷയത്തിലോട്ട് വിടുക. ഒരു വാക്ക് പറഞ്ഞു വിടുക. ഷമീർ കൊല്ലം, നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഗൂഗിൾ എടുക്കണം, ഗൂഗിൾ മാപ്പ്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എടുക്കണ്ട, എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഷമീർ കൊല്ലം എന്ന് അടിക്കണം. അപ്പോൾ എൻ്റെ പേരവിടെ വരും. അതിൻ്റെ അകത്തോട്ടൊന്ന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു കോളത്തിലൊരു ഫോട്ടോ വരും. ആ ഫോട്ടോയിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം എൻ്റെ വീട് കാണാം. എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടേക്കും. ആ ആരോ മാർക്കിൽ ഇങ്ങനെ ഞെക്കി പോയാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വരെയുള്ള റോഡ് കാണാം, ഇലക്ട്രിക് പോസ്റ്റ് കാണാം, അപ്പുറത്ത് നിൽക്കുന്ന മരം കാണാം, ഇപ്പുറത്ത് നിൽക്കുന്ന തേങ്ങ കാണാം, എല്ലാം കാണാം. കാലം മാറി. ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനം പിള്ളേരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാലമായി. അതുകൊണ്ട് മാങ്ങയില്ലേ തേങ്ങയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാങ്ങയുടെ തേങ്ങ ഉണ്ടെന്ന് മോങ്ങാൻ പോയി നിൽക്കരുത്. ഇത്രയും പറഞ്ഞങ്ങ് വിടുക. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകൻ ഇല്ലെന്നൊന്നും ആരും പറഞ്ഞില്ല കേട്ടോ. ഒരു കാര്യം അതും കൂടെ ചേർത്ത് വേണേ പറയാം. ദൈവം അയച്ച പ്രവാചകൻ്റെ ഉദ്ദേശം നിങ്ങളെ ലോകത്തോട് അടുപ്പിക്കുകയല്ല, നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് ദൈവം അയച്ച പ്രവാചകൻ. കൃത്യമായി യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ലൗകികന്മാരാകയാൽ അവർ ലോകത്തിലുള്ളത് പ്രവചിക്കുന്നു, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകയാൽ ദൈവത്തിലുള്ളത് സംസാരിക്കുന്നു. ഈ ലോകത്തിൽ അത് കിട്ടും ഇത് കിട്ടില്ല അത് കിട്ടുമെന്ന് പറയുന്നതൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഇനി ഉറപ്പിച്ച് വേണം ഒന്നുകൂടെ പറയാം, ഈ ചെങ്ങന്നൂർ പട്ടണത്തിൽ ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളായ ആളുകളില്ലേ? ഉണ്ട്. അവർ BMW, ഓഡി, ബെൻസ്, ജാഗ്വാറിൽ സഞ്ചരിക്കുന്നു, നല്ല ഫ്ലാറ്റ് മേടിച്ച് അന്തസ്സായിട്ട് താമസിക്കുന്നു. ദൈവമില്ലൊരു കുന്തവും ഇല്ലെന്ന് പറയുന്നവൻ ജാഗ്വാറിൽ നടക്കുമ്പോഴാണ് ഇവിടെ ഒരു മാരുതി കാറും വെച്ച് പെരുപ്പിക്കുക, കൃപയാൽ ഒരു മാരുതി കാർ ദൈവം. മനസ്സിലായോ? അപ്പം ജാഗ്വാർ കൊടുത്ത അവനോ? അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് അഭിമാനിക്കാനുള്ളത് ഈ ലോകത്തിൽ കിട്ടുന്ന നന്മയെ പ്രതി അല്ല, പകരം ഇവിടുത്തെ നിരീശ്വരവാദിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പറിനും MLAക്കും MP-ക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ലഭിക്കാത്ത ഒരു പ്രിവിലേജ് പ്രാർത്ഥിക്കുന്നവന് കിട്ടിയിട്ടുണ്ട്. എന്താ? ഈ സകലത്തെയും സൃഷ്ടിച്ച മഹാദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ എനിക്കും നിങ്ങൾക്കും തന്നു. അതാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച പ്രിവിലേജ്. നമുക്ക് അന്തസ്സായിട്ട് ചോദിക്കാം, അത് എനിക്കുണ്ടോ നിനക്കുണ്ടോ? അവിടെ ആ ദൈവമക്കളുടെ മഹത്വം വെളിപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാണ്ട് എന്തെങ്കിലും കിട്ടിയ ഭൗതിക നന്മയൊന്നും ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നതല്ല. വല്ലതും കിട്ടിയ ബോണസായിട്ട് മേടിച്ചോണം, കിട്ടുമ്പോൾ ചിന്തിച്ചോണം നാളെ ഇതെൻ്റെ അടുത്തുനിന്ന് പോകും. അത്ര പോകാത്ത ഒന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ നിത്യതയാണ്. അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തിൽ ഇതെല്ലാം പോകാത്ത ഒന്ന് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നാളെ ഒരു ഭാഷ പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി ദൈവം എന്നെ ഓടിച്ചിട്ടങ്ങ് അനുഗ്രഹിച്ചെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അറബികളെ വല്ലതും സ്നാനപ്പെടുത്തി കാണുമോ? എന്നാ വെച്ചാൽ അറബികളെ അതൊന്നും അല്ലെന്ന് പിന്നെന്തോ നന്മ കിട്ടിയെന്ന്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ മനുഷ്യൻ വിചാരിക്കുന്ന അതാണ് അനുഗ്രഹമെന്ന്. ചിന്തിച്ച് നോക്ക്, അത് കിട്ടി, സ്തോത്രം. അതിൻ്റെ അപ്പുറത്ത് അതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല. നോക്ക്, അള്ളാഹുവിനെ സേവിക്കുന്ന അറബി അല്ലേ? അള്ളാഹുവിനെ സേവിക്കുന്ന അറബിക്ക് 1 ലക്ഷം കിട്ടി. അവൻ അതിൽ നിന്ന് 10,000 രൂപ ജോലി എന്ന ചാക്കോച്ചന് കൊടുത്തു. ചാക്കോച്ചൻ അതിൽ നിന്ന് 1000 രൂപ ചെന്ന പാസ്റ്റർക്ക് കൊടുത്തു. ഇത്രേ അവിടെ നടന്നുള്ളൂ.
അല്ലേ? അറബിയുടെ മേശപ്പുറത്തുനിന്ന് വീണത് ചാക്കോച്ചൻ്റെ ഇല വീണു, ചാക്കോച്ചൻ്റെ ഇലയെന്ന് വീണത് ഇവിടുന്ന് പോയ ആൾക്ക് കിട്ടി. ഇതിനെന്തിനാ ഈ തുള്ളുന്നേ? പക്ഷേ അറബിക്ക് കിട്ടാത്തൊരു ലോട്ടറി എനിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അറബിക്ക് കിട്ടാത്തൊരു ബോണസ് നമുക്ക് തൻ്റെ അടുത്തോടെ പറയാനുണ്ട്. ആമേൻ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകി. കാൺമീൻ കാൺമീൻ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ഓ, അല്ലേ ലോട്ടറി? അംബാനിക്ക് കിട്ടുമോ? കോടികൾ ചെലവാക്കിയാൽ കിട്ടുമോ? ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നത്. അത് നമുക്ക് കിട്ടി. ഈ കോളനിയിൽ കിടന്ന് ജനിച്ച് വളർന്ന നമുക്ക് കിട്ടി ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. അതാ ലോട്ടറി. അപ്പം തെറ്റിപ്പോകാതിരിക്കാൻ രണ്ടുപേരും പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവാചകൻ 700 വർഷം മുമ്പ് മകനെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ആരാ? മകൻ തന്നെ. അതാ ദൈവത്തിൻ്റെ പ്രവാചകൻ. ഒരു മിസ്റ്റേക്കും ഇല്ല, ക്രിസ്റ്റൽ ക്ലിയറാ. പേര് വിളിക്കുന്നതിന് പോലും നമ്മൾ എതിരല്ല. കാരണം എന്താ? പേര് വിളിക്കുന്നത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? ദൈവത്തിന് ചെയ്യാൻ പറ്റും. യെരിഹോവിനടുത്തുകൂടെ നടന്നുപോയ കർത്താവ് സക്കായി നേരത്തെ വിളിച്ച്, ഞാൻ നാളെ അതുവഴി വരുന്നുണ്ട്, നീ മരത്തിൽ കയറി ഇരിക്കണം, ഞാൻ നൈസാട്ടങ്ങ് വിളിക്കുമെന്ന് വല്ല അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണോ കയറിയിരുന്നത്? ഒന്നുമല്ല. കർത്താവ് കൃത്യമായിട്ട് മരത്തിൻ്റെ കീഴിൽ എത്തി ഒറ്റ വിളി വിളിച്ചു, പേര് വിളി, സക്കായി ഇറങ്ങി വാ. ഓ, എന്നാ പിന്നെ വിമർശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും അതിനകത്ത് രണ്ടാമതൊരു സാ ഇല്ല. ഉണ്ടോ? ഉണ്ടോ ചാ? ഒറ്റ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോലും ഒരു സാ രണ്ടാമത് വന്നിട്ടില്ല. സക്കായേ, അതാ ക്ലിയറാ. ഇവന്മാരെ വിളിക്കുമ്പോൾ സ സ സക്ക സക്ക ചക്ക, ഇതുപോലുള്ള പരിപാടിയാണ് നമ്മൾ എതിർക്കുന്നത്. അതും കൂടെ ചേർത്തങ്ങ് പറയുക. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവം അയച്ച പ്രവാചകൻ പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ശേഷം 300 വർഷം പിന്നിട്ടപ്പോൾ ദാ കയറി വരുന്നു അടുത്ത പ്രവാചകൻ മീഖ. അദ്ദേഹം ആത്മാവിൽ പറഞ്ഞു, ആ രക്ഷകൻ ബത്ലഹേം എഫ്രാത്തയിൽ ജനിക്കും. ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് ഇങ്ങനെ പറയാം, ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുന്ന പഞ്ചായത്തും വില്ലേജും വരെ പ്രവചിച്ചു വച്ചിട്ട്, ആ പ്രവചിച്ചതുപോലെ പ്രവചിച്ച സ്ഥലത്ത് ജനിച്ച ഒരുത്തൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രയത്തുകാരനായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരുത്തനും ഉലകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജനിച്ചു. അതാ പൗലോസ് പറഞ്ഞ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് മാതൃക കാണിച്ച നല്ല കർത്താവ് 33 തിരുവയസ്സിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മഹായാഗമാകുവാൻ നടന്നു കയറി. ഇന്ന് രാത്രി പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ആ കാൽവരിയിലേക്ക് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ഒരു വശത്ത് ശൂന്യങ്കാരത്തി പറഞ്ഞു, എൻ്റെ പ്രിയൻ ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനാണ്, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, അവൻ 10,000ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. പക്ഷേ മറുഭാഗത്ത് പ്രവാചകൻ പറഞ്ഞു, അല്ലല്ല, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനാണ്, അവന് കോമളത്വമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസകഷ്ണം പോലെ കർത്താവായി. ഇന്ന് രാത്രി ചിന്തിക്കണം സഹോദരി, ഇന്ന് രാത്രി ചിന്തിക്കണം സഹോദര. ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ എന്തുകൊണ്ട് കാൽവരിയിലായി തീർന്നു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആമേ സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്. സഹോദരി, അത് നിനക്ക് വേണ്ടിയാണ്. എനിക്കും നിനക്കും വേണ്ടിയാണ് എൻ്റെ കർത്താവ് കാൽവരിയിൽ യാഗമായി മാറിയത്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ വായിച്ചു, യേശു കർത്താവ് കാറ്റെ അടക്കുക, കടലെ ശാന്തമാകാന്ന് പറയുമ്പോൾ പ്രകൃതി അവൻ്റെ വാക്കിന് കീഴടങ്ങുന്നു. 4 ദിവസം കഴിഞ്ഞ് മരിച്ച ഡെഡ് ബോഡി 4 ദിവസം കഴിഞ്ഞിട്ട് ലാസറെ പുറത്തുവാ എന്ന ഒരു ശബ്ദത്തിൻ്റെ മുമ്പിൽ ലാസർ ജീവനോടെ പുറത്തു വരുന്നു. ഇങ്ങനെ മരണത്തെയും പ്രകൃതിയും ഒക്കെ നാവിൻ തുമ്പത്ത് നിർത്തിയ കർത്താവിനെ കുറിച്ച് പ്രവാചകൻ എഴുതിയ ഒരു പദം എന്നെ ചിന്തിപ്പിച്ചു. അവൻ വായ തുറക്കാതിരുന്നു. അവൻ വായ തുറക്കാതിരുന്നു. ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ചോദിക്കാം, യേശുവേ, അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ പ്രകൃതി അങ്ങേ അനുസരിച്ചല്ലോ, ഈ മൃതദേഹം അങ്ങേ അനുസരിച്ചല്ലോ. അങ്ങനെങ്കിൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ റോമാ സാമ്രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയിട്ട് ക്രൂശിൽ നിന്നൊരു സൂപ്പർ ഹീറോയെ പോലെ അങ്ങേക്ക് ഇറങ്ങി വരാൻ സാധിക്കുമായിരുന്നിട്ടും അങ്ങ് എന്തുകൊണ്ട് വായ തുറക്കാതിരുന്നു? ഇന്ന് രാത്രി അതിൻ്റെ ഉത്തരം, സഹോദര, അത് നിനക്ക് വേണ്ടിയാണ്, അത് എനിക്ക് വേണ്ടിയാണ്. ഞാനും നീയും നരകത്തിൻ്റെ പടുകുഴിയിൽ പതിക്കാതിരിക്കുവാൻ യേശു എനിക്കും നിനക്കും പകരം കാൽവരിയിൽ യാഗമായി മാറി. കഴിഞ്ഞ ദിവസം ഒരു
സാമുദായിക ക്രൈസ്തവ കുടുംബത്തിലുള്ള ഒരു സഹോദരി യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് ഗ്രൂപ്പിലല്ല. ഞാൻ പറഞ്ഞു, അതിനെന്താ, മനുഷ്യനല്ലേ, സംസാരിക്കാം. ചോദിച്ചു, ഒരു സംശയം ചോദിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകത്തിലുള്ള പല വിഷയങ്ങളെക്കുറിച്ച് എന്നോട് സംശയം ചോദിച്ചു. ഞാനതൊക്കെ കൃത്യമായി വാക്യസഹിതം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, സഹോദരി, ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചിടാം, എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് പിന്നീട് ഉത്തരം പറഞ്ഞാൽ മതി. എന്താ പാസ്റ്റർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു പൂജകൾക്ക്, ഏതെങ്കിലും ഒരു വഴിപാടുകൾക്ക്, ഏതെങ്കിലും ഒരു യാഗത്തിന്, ഏതെങ്കിലും ഒരു കുർബാനയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കുമ്പസാരത്തിന്, അങ്ങനെ നാട്ടിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് മനുഷ്യനെ അവൻ്റെ അകത്തു കയറിയ പാപത്തിൽ നിന്ന് പാപമോചനം കിട്ടുവാൻ, ലഭിക്കുവാൻ കഴിയുമായിരുന്നു എങ്കിൽ യേശു ഭൂമിയിലേക്ക് വന്നത് എന്തിനാണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട്, ഇന്ന് നാം കാണുന്ന ഏതെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട്, യാഗങ്ങൾ കൊണ്ട്, പൂജകൾ കൊണ്ട് മനുഷ്യന് പാപമോചനം ലഭിക്കുമെങ്കിൽ സ്വർഗത്തിൽ സകല മഹത്വത്തോടും കൂടെ ഇരുന്ന കർത്താവ് ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ഈ ഇടിയേറ്റ് ചാകേണ്ട കാര്യം എന്താ? സ്വർഗത്തിലിരുന്നപ്പോൾ എന്നാൽ പിന്നെ ബോറടിച്ചു, എന്നാൽ പിന്നെ ഭൂമിയിൽ പോയെന്ന് ചാത്തേക്കാന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണോ? അല്ലല്ലോ. പിന്നെ എന്തിന് യേശു ലോകത്തിലേക്ക് വന്നു? ആ ഒറ്റ ചോദ്യം അവരുടെ കണ്ണു തുറപ്പിച്ചു. ഞാൻ പറയാം, നിങ്ങളും ചിന്തിക്കണം. മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കൊന്നും അവൻ്റെ പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ പര്യാപ്തമല്ലാതിരുന്നത് കൊണ്ടാണ് ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു, മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നോക്ക്, അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറയ്ക്കൽ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, 3 ആണി കൊണ്ട് അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ലറ കൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിത്വം അവസാനിച്ചിരുന്നെങ്കിൽ 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിനെ പ്രസംഗിക്കാൻ ഷമീർ വരത്തില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി പാടാൻ സയോൺ സിംഗേഴ്സ് എന്നൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടാകത്തേയില്ല. 3 ആണി കൊണ്ട് അവസാനിച്ച ഒരു യേശുവിന് വേണ്ടി ഇവിടെ ഒരു കൺവെൻഷൻ പന്തൽ രൂപപ്പെടത്തില്ല. പിന്നെ എന്തുകൊണ്ട് പാടുന്നു, എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ, ഞങ്ങൾ പാടുന്നതും പ്രസംഗിക്കുന്നതും കുമ്പനാട്ടും എടത്വായിലും പരിമലയിലും കുരിശുമലയിലും അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറവാതിക്ക് നിന്നുകൊണ്ടല്ല, കണ്ണാടിക്കൂടിൻ്റെ മുമ്പിലല്ല. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറക്കകത്തൊടുങ്ങി ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എനിക്കെന്ത് സന്തോഷം. ഇന്ന് രാത്രി ഈ 8:50 യേശുക്രിസ്തു ജീവിക്കുന്നെന്ന് ഇവരെല്ലാം വിശ്വസിക്കുന്നു. സന്തോഷമല്ലേ? പിന്നെ കാരണം ഞങ്ങളുടെ നാട്ടിൽ പല ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ യേശു ചത്തുകുത്തി ഭിത്തിയെ കയറി. ഇവർ വിശ്വസിക്കുന്നു ജീവിക്കുന്നു. ജീവിക്കുന്നവനെ ഭിത്തിയിലാക്കാൻ സമ്മതിക്കുമോ? നിങ്ങളെല്ലാം ജീവനോട്ടിരിക്കുക. വീട്ടിൽ ചെല്ലുമ്പോൾ മക്കൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് മാലയിട്ട് വെച്ച് ആണി അടിച്ച് വെച്ച് തിരിയും കത്തിച്ചിട്ട് സമ്മതിക്കുമോ? അത്രയും ചിന്തിച്ചാൽ മതി. ജീവിക്കുന്നെന്ന് പറയുകയും മരിച്ചവനെ പോലെ ആക്കി ഇരുത്തിയേക്കുകയും ചെയ്യുക. സ്തോത്രം. ഇന്ന് രാത്രി കണ്ണു തുറക്കണം. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥനായി നിലകൊള്ളുന്ന ക്രിസ്തു, കല്ലേറുകൊണ്ട് മരണത്തിലേക്ക് പോകാൻ ഒരുങ്ങിയ സ്തേഫാനോസ് ആത്മനിറവിൽ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്തെ ഭിത്തിയിൽ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോയും കണ്ടെന്നല്ലടോ ക്രിസ്ത്യാനി. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്ത് മനുഷ്യപുത്രന് സദൃശനായവൻ ജീവനോടെ നിൽക്കുന്നതും കണ്ടു എന്നെഴുതിയിരിക്കുമ്പോൾ ജീവനുള്ളവനെ മരിച്ചവനെ പോലെ ആക്കി വച്ചിരിക്കുന്നവനെ നിനക്കയ്യോ കഷ്ടം. മനസ്സിലായോ? യേശുക്രിസ്തു ജീവിക്കുന്നു. പാസ്റ്ററെ, ഞങ്ങൾക്കത് അറിയാം. പിന്നെ കണ്ണിന് കാണാൻ വേണ്ടി ജസ്റ്റ് ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണണമല്ലോ എന്ന് ഓർത്ത് അങ്ങ് വെച്ചേക്കുന്നെന്നാ പറയുന്നത്. വെച്ചോ, കുഴപ്പമൊന്നുമില്ല, വെച്ചോ, കുഴപ്പമൊന്നുമില്ല. കണ്ണിന് കാണണമെങ്കിൽ വെച്ചോ. പക്ഷേ ഇച്ചിരി മര്യാദ കാണിക്കണം. എന്താ? ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുള്ളവനായി, അഗ്നിജ്വാല പോലെ തീക്കട്ട പോലെ തിളങ്ങുന്ന കണ്ണുള്ളവനായി, രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി, സൂര്യനേക്കാളും വെല്ലുന്ന
തേജസ്സുള്ളവനായ തേജോമയനായ ക്രിസ്തു. വരയ്ക്കാൻ തൻ്റെ ഉള്ളവനുണ്ടെങ്കിൽ വരപ്പിച്ചു വയ്ക്കും. അല്ലാതെ പണ്ടത്തെ ഗോലി സോഡയുടെ കഴുത്ത് പോലെ കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞിരിക്കുന്ന യേശുവിനെ വെച്ച് അപമാനിക്കരുത്. അത്രയേ ഉള്ളൂ. കവിള് പൊട്ടി കണ്ണും കുഴിഞ്ഞ് ബാബു ആനണിയെ പോലെ മുടിയും നീട്ടി വളർത്തി വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വെക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കഴിവുള്ളവരെ കൊണ്ട് ഇതുപോലെ വരപ്പിക്കണം. അപ്പം യേശു ഉയർത്തെഴുന്നേറ്റു. തീർന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് അന്ത്യകൽപ്പന കൊടുത്തു. എന്താ അന്ത്യകൽപ്പന? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. വേഗത്തിൽ ഒരു ഭാഗവും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വേഗത്തിലാകട്ടെ. 16:15. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. പ്രിയപ്പെട്ട ദേശവാസികള്, യവമാർ എന്തിനാ ഇങ്ങനെ കിടന്ന് തൊണ്ട കീറുന്നത്? യവമാരെ കൊണ്ട് സഹിക്കാൻ മേലല്ലോ. ഇതെന്നാ ശബ്ദമാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളായ സഹോദരങ്ങൾ ഓർക്കണം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങളെ ശല്യപ്പെടുത്താനോ ആരോടെങ്കിലുമുള്ള വാശി തീർക്കാനോ ദേഷ്യത്തിനൊന്നും ചെയ്യുന്നതല്ല. ഇത് പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്. സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നതാ. 2-3 ദിവസം ഞങ്ങളെ സഹിക്കുന്നതിന് നന്ദി. ക്ഷമിക്കണം, വേറെ വാശിക്കൊന്നും ചെയ്യുന്നതല്ല കേട്ടോ, ആരെയും ദേഷ്യം പിടിപ്പിക്കാനൊന്നും ചെയ്യുന്നതല്ല. ഇത് സകല സൃഷ്ടിയോടും പ്രസംഗിക്കണമെന്നുള്ളത് പ്രാണനെ തന്ന കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പിന്നെ ചില അണ്ണന്മാർ ഇത് ചെയ്യണ്ടെന്നൊക്കെ പറയും. അതൊക്കെ മനസ്സിലിരിക്കത്തെ. അതും കൂടെ ചേർത്ത് പറയാം. പിണറായി പറയുന്ന പോലെ വരട്ടലും ബലവേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഇത് പറഞ്ഞിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം, ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗം വന്നു. ശിഷ്യഗണം തല ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ളവസ്ത്രധാരിയായി ദൂതന്മാരിറങ്ങി വന്ന് ശിഷ്യന്മാരോടൊരു പ്രവചനം നടത്തി. ആ പ്രവചനം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1:11 വായിച്ചുകൂടെ ഉറക്കെ? 1:11. 1:11. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. ദൂതന്മാർ അരുളി ചെയ്ത പ്രവചനം, ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഏറ്റവും വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതുമായ ഒരു പ്രവചനം ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. യേശു വീണ്ടും മടങ്ങി വരും. ഈ ആലോചന കേട്ട ശിഷ്യന്മാർ എന്ത് ചെയ്തു എന്നും കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വായിച്ചാട്ടെ. അവർ യെരുശലേമിന് സമീപത്ത്, ശിഷ്യന്മാർ യെരുശലേമിന് സമീപത്ത് ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി പോന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ഇനി പറയുന്ന പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാ. ശ്രദ്ധിച്ചു. ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് തിരിച്ചു വന്നു. ശ്രദ്ധിച്ചേ. യെരുശലേമിൽ എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു? വായിച്ചേ. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. പെന്തിക്കോസുകാര് വീട്ടിൽ നിന്ന് പുതുതായിട്ട് എഴുതിക്കൊണ്ട് വന്ന അല്ല, തിരുവെഴുത്ത് വായിക്കുക. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറി കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേദപുസ്തകം വീട്ടിലുള്ളവരെല്ലാം നോക്കിക്കോണം അങ്ങനാണോ എന്ന്. പെന്തിക്കോസുകാർ കള്ളം പറയാന്നൊന്നും പിന്നെ പറഞ്ഞേക്കരുത്. മേപ്പോട്ട് കയറിപ്പോയവരുടെ പേര് വിവരങ്ങൾ ഒന്ന് വായിച്ചേ. പത്രോസ്. ആരാ ഈ പത്രോസ് എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ പോപ്പ്, മാർപ്പാപ്പ എന്നൊക്കെ നാട്ടിലെ പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന പോപ്പ്. ഇരിക്കട്ടെ, നല്ല മോശമൊന്നുമല്ലല്ലോ. അപ്പൊ പത്രോസ് ലീഹ അങ്ങോട്ട് കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ് ലീഹ, ബർത്തലോമായി, മത്തായി,
അൽഫായുടെ മകനായ യാക്കോബ്, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ ശ്ലീഹ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വേദപുസ്തകത്തിൽ ഉണ്ടോ അങ്ങനെ? മേപ്പോട്ട് കയറിപ്പോരുടെ പേരുവിവരം കേട്ടോ. പേരുവിവരം: പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും സഹോദരങ്ങളോടും ഒപ്പം പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനാണോ? പറ, അങ്ങനാണോ? അപ്പൊ കയറിപ്പോരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? പത്രോസ് ലീഗായ ഉണ്ട്, തോമാസ് ലീഗായ ഉണ്ട്, യൂദാസ് ലീഗായ ഉണ്ട്, യേശുവിന്റെ അമ്മയായ മറിയ ഉണ്ടോ? പറ, ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്തോ സംഭവിച്ചെന്നാ 2-ാം അധ്യായം 1-ാം വാക്യം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലോട്ട് കുറച്ച് പെന്തക്കോസുകാർ വന്നപ്പോൾ. അങ്ങനാണോ അമ്മാമേ? പെന്തക്കോസുകാർ അവരുടെ ഇടയിലോട്ട് വന്ന അങ്ങനാണോ? അങ്ങനെ ഒരു കാറും ഇല്ല അമ്മാമേ. പെന്തക്കോസുകാർ അങ്ങനെ ഒരു കാറും ഇല്ല. പിന്നെന്തുവാ വന്നത്? പെന്തക്കോസ് നാൾ വന്നു. അതെന്തുവാ? 50-ാം പെരുന്നാൾ ദിവസം വന്നു. പെന്തക്കോസ്ത പെരുന്നാൾ ദിനം വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അടുത്ത വാക്ക് കാത് തുറന്നു കേട്ടോ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പൊ ഒരു ചോദ്യം: ഈ അന്യഭാഷ സംസാരിക്കുന്ന കൂട്ടത്തെയാണ് നാട്ടുകാരെന്തോ വിളിക്കുന്നത്? പറ, ഇവര് പറയട്ടെ, എന്താ പറയുന്നത്? നാട്ടുകാരെന്തോ വിളിക്കുന്നത്? എന്തൊക്കോസ്? പെന്തക്കോസ്. അങ്ങനാണെങ്കിൽ 1-ാമത്തെ പെന്തക്കോസുകാരി മറിയ അല്ലയോ? ഈ അന്യഭാഷ പറഞ്ഞ കൂട്ടത്തിൽ ഇല്ലയോ? 1-ാമത്തെ പെന്തക്കോസുകാരൻ പത്രോസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ തോമാസ് ലീഗ, 1-ാമത്തെ പെന്തക്കോസുകാരൻ യൂദാസ് ലീഗ. ഇവരൊക്കെ പറഞ്ഞെന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും പെന്തക്കോസുകാർക്ക് അമ്മയില്ലെന്ന് പറഞ്ഞാൽ തൻ്റെ അടുത്തോടെ പറയണം, നിങ്ങളുടെ പള്ളി ഫോട്ടോയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ ജീവനോട്ടിരുന്ന അന്യഭാഷ. പിന്നല്ലാതെ പുസ്തകത്തിൽ അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞിട്ടാണ് ചെങ്ങന്നൂരിൽ ഞങ്ങൾ കലപിലാന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ട് ശ്രദ്ധിച്ച്, അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു ഭാഗം കൂടെ, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആരാ? പറ. പത്രോസ് ലീഗ പോപ്പ് പ്രസംഗിച്ചു. എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മ പൂർണ്ണനായി ഒറ്റ പ്രസംഗം. എന്ത് സംഭവിച്ചെന്ന് കേട്ടെ. 2:37 ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചേ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ ആത്മാവിന്റെ നിറവിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടവർക്ക് എന്തുകൊണ്ടു? കുത്തു. അപ്പം കുത്തുകൊണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രസംഗിക്കുന്നവൻ ഏതാത്മാവിലാ? പരിശുദ്ധാത്മാവിൽ. അതുകൊണ്ടല്ലേ കുത്തുകൊണ്ട്. ഇപ്പം നമുക്ക് കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും താല്പര്യമില്ല. ഇപ്പോഴത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം ചിലരുടെ ഫോൺ വിളിയൊക്കെ എടുത്ത്, അയ്യോ ഒന്ന് വരണമായിരുന്നടി, ചിരിച്ച് ഊപ്പാടും അങ്ങനെ പറയുന്നത്. ഇപ്പോൾ 11 മണി വരെ ചിരിച്ചെന്ന്. നല്ലതാ, ചിരിച്ചോ, പിന്നെ കരയാനുള്ളതല്ലേ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, കുത്തുകൊള്ളണം, പാപബോധം ഉണ്ടാകണം. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും സദ്യമജ്ജ മാംസങ്ങളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ജീവന്റെ വചനം അകത്തോട്ട് തുളച്ചു കയറി കുത്തുകൊണ്ടു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി ഉപദേശിയുടെ കൊങ്ങാക്കി പിടിച്ചെന്നാണോ? പിന്നെ എന്തുവാന്ന് വായിച്ചു കൊടുത്ത് നിർത്താം. വായിച്ചോ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണ്ടു എന്ന് ചോദിച്ചു. കുത്തുകൊണ്ടവരെല്ലാം കൂടെ ചങ്കത്തെ ചോദിച്ചു. പത്രോസിനോട് ചോദിച്ചു, സഹോദരന്മാരെ, നിങ്ങൾ ഓരോ വാക്ക് പ്രസംഗിക്കുമ്പോഴും എന്റെ ചങ്കത്ത് കുത്തുകൊള്ളുമായിരുന്നു. പറ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. അകത്ത് കയറിയ പാപം പുറത്തു പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. ഷമീർ കൊല്ലം അല്ല പറഞ്ഞത്, പത്രോസ് ലീഹയുടെ പ്രഖ്യാപനം. ഇത് തന്നെയല്ലേ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു വരി കൂട്ടിയോ ഒരു വരി കുറച്ചോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം കിട്ടുമെന്ന്
പത്രോസ്ലീഹ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്ക വെള്ളത്തിൽ മുങ്ങുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇത് ഞങ്ങൾ ആരെങ്കിലും പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു പരിപാടിയല്ല. വേദപുസ്തകം കയ്യിലുണ്ടെങ്കിൽ തുറന്നു നോക്കണം. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തി ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവനെന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്കും കൂടെ വായിച്ച് പുസ്തകം അടച്ചേരെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേര്? അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. മതി പുസ്തകം അടച്ചു. ഒറ്റ പ്രസംഗം, ചങ്കത്ത് കുത്തുകൊള്ളുന്ന ഒറ്റ പ്രസംഗം. 3000 പേര് രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം പാസ്റ്ററെ. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ പിടിച്ചോണ്ട് പോയി വലിച്ചോണ്ട് പോയി ആ പരിപാടി എവിടെ ഇല്ല. ആരും പിടിച്ചും വലിച്ചും കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്ന പരിപാടി അല്ലത്. ആർക്ക് വേണം കൈപൊക്ക്? ലേലം വിളി ഒന്നും നടന്നില്ല അവിടെ. കുത്തുകൊള്ളുന്ന പ്രസംഗം അങ്ങോട്ട് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ പരിവർത്തിച്ചവർ രംഗത്ത് വന്ന് പറയുന്നു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെ വളർന്നതാണ് ദൈവസഭ. മനസ്സിലാകുന്നുണ്ടോ? ആരെയും പിടിച്ചും വലിച്ചും നിർബന്ധിച്ചും കൊണ്ടുവരുന്ന പരിപാടിയും മാർഗവും അല്ലത്. 3000 പേര് രംഗത്ത് വന്നു. അവർ സ്നാനമേറ്റു. ശ്രദ്ധിച്ചു കേട്ടു. അപ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ പാപമോചനം ലഭിക്കുമെന്ന് ഈ തിരുവഴുത്താണ് ഞങ്ങൾ ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചില ആളുകൾ പറയും, പക്ഷേ അത് ശരിയാ, പക്ഷെ ഞങ്ങൾ ചെറുതിലെ സ്നാനപ്പെട്ടതാ. ഏത്? കുഞ്ഞാവെ ആയിരിക്കുമ്പോഴേ ആണോ? അപ്പോൾ മാനസാന്തരമോ? അത് വളരുമ്പം മതിയെന്ന്. പക്ഷെ ഇതിലങ്ങനല്ലല്ലോ വായിച്ചത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്നാണ് വായിച്ചത്. അപ്പോൾ ഇത് തലതിരിച്ച അത് കുഴപ്പമില്ലെന്ന്. നമ്മളെല്ലാം ഇന്ന് കുളിച്ചിട്ട് തല തോർത്തി. നാളെ തൊട്ടൊരു ചേഞ്ച്. ആദ്യം തല തോർത്തിയിട്ട് പിന്നെ കുളിക്കാം. തലതിരിച്ച് ബുദ്ധിമുട്ടാണ്. ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം പോലും തലതിരിച്ച പ്രശ്നമാണെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത തിരുവചനം ആരും തലതിരിക്കാൻ നിൽക്കരുത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞാൽ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരം. മാനസാന്തരം ഒന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ ഒക്കത്ത് വെച്ച് ഇന്നേക്ക് 2000 വർഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് അല്ലേ? കുഞ്ഞ് വാ തുറന്ന് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനം കഴിപ്പിക്കാം തിരുവെഴുത്തിൻ പ്രകാരം. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർക്ക് അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ, മുസ്ലിം എന്ന് പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ്. കുഞ്ഞിന് പറയാൻ അറിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പകരത്തിന് പറയാൻ ഒരാളെ ഞങ്ങൾ വെക്കാറുണ്ടെന്ന് ചിലർ പറയുക. ഞാൻ ചോദിക്കട്ടെ, നിശ്ചയത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടോ? നിശ്ചയത്തിന് വേഗം പറ. ഉണ്ട്. പള്ളിയിലച്ഛൻ ചോദിക്കാറുണ്ടോ, സൂസമ്മയെ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജേക്കബിൻ്റെ ജോജാമ്മയുടെ മകൻ സണ്ണിക്കുട്ടിയെ വിവാഹ നിശ്ചയം കഴിപ്പാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ പെണ്ണിൻ്റെ അപ്പൻ, ജനിപ്പിച്ച അപ്പൻ, സ്വന്തം അപ്പൻ പുറകിൽ നിന്നുകൊണ്ട് പറയുക, സമ്മതമാണ്, നടത്തുവോ? പറ, നടത്തുവോന്നു. സ്വന്തം അപ്പനല്ലേ, വാടകയ്ക്കെടുത്തൊന്നും അല്ലല്ലോ. നടത്തുവോ? ഇല്ല. അച്ഛൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. വീണ്ടും ചോദിക്കും, സൂസമ്മയെ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ജോസഫിൻ്റെ ജോഷാമ്മയുടെ മകൻ സണ്ണിക്കുട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ, പ്രസവിച്ച അമ്മ, സമ്മതമാച്ചോ, അവളാ നടത്തണമെന്ന് പറഞ്ഞിരുന്നേ, അങ്ങോട്ട് നടത്തുവോ? ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പെറ്റ തള്ള പറഞ്ഞാൽ പോരെങ്കിൽ, ജനിപ്പിച്ച അപ്പം പറഞ്ഞാൽ പോരെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ, ക്രിസ്തു എന്ന ഏകപുരുഷനെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന, എൻഗേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ആ മണവാട്ടി പദത്തിലേക്ക് വരാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ല. അമ്മാമേ, നിൻ്റെ അധരം കൊണ്ട് നീ പറയണം, യേശുക്രിസ്തു എന്ന മണവാളനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ നാഥനുമായി ഞാനിതാ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് മണവാട്ടി പദത്തിലേക്ക് കടന്നു വരുന്നവർ സ്വയം ഏറ്റു പറയണം. അതിനെ ആ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഒറ്റ വാക്കി പറയണം, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പാപമോചനം ലഭിക്കും. അപ്പോൾ ഉണ്ട് അടുത്ത തൊന്തരവ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. എന്തെല്ലാം ഇടങ്ങേറാന്ന് നോക്ക്. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പരദീസിലിരുത്താന്ന് യേശു പറഞ്ഞില്ലേ? സംഗതി ശരിയാ. ഒറ്റ ചോദ്യം, ക്രൂശിലെ കള്ളൻ അഥവാ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാർ ന്യായപ്രമാണ യുഗത്തിലാണോ മരണപ്പെട്ടത്, കൃപായുഗത്തിലാണോ? അപ്പം അതിപ്പം ന്യായപ്രമാണ യുഗം ഏതാ കൃപായുഗം ഏതാന്ന് അറിയാതിരിക്കുന്നത് എന്നോടാണെന്ന്. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ
ന്യായപ്രമാണത്തിന് കീഴെയും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ഇനി വീണ്ടും വരവ് വരെയുള്ളവർ കൃപയാലുള്ള രക്ഷായുഗത്തിലും ജീവിക്കുന്നു. ഇതിലേതിലാ കള്ളം മരിച്ചത് ഇനി പറ. യേശു ഉയർത്തതിന് ശേഷമാണോ? അല്ല, യേശുവിനോട് കൂടെ. അപ്പം ന്യായപ്രമാണത്തിന് കീഴെ കള്ളം മരിക്കും. കള്ളനോട് യോഹന്നാൻ സ്നാപകൻ ആ കാലത്ത് ന്യായപ്രമാണ കാലത്ത് വിളിച്ചു പറഞ്ഞ സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവനെന്നല്ലേ? മാനസാന്തരമല്ലേ അങ്ങർക്ക് ക്രൂശി വെച്ചുണ്ടായി. അതുകൊണ്ട് അവനെ പർദീസയിൽ ഇരുത്താന്ന് പറഞ്ഞു. കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പത്രോസ്ലീഹ പറഞ്ഞ എന്തുവാന്നാ വായിച്ചേ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. ഇതാ കൃപായുഗത്തിൽ ജീവിക്കുന്ന എന്നോടും നിന്നോടും പോപ്പ് പറഞ്ഞു. അപ്പം നീ ന്യായപ്രമാണത്തിന് കീഴിലെ കള്ളനെ നോക്കിയിരുന്നിട്ട് അവൻ പർദീസയിലും പോകും, നീ നരകത്തിലും പോകും. മനസ്സിലായോ വല്ലോ? അതുകൊണ്ട് ഇടങ്ങേറും കൊണ്ടിരിക്കാതെ സ്നാനപ്പെട്ടേ തീരൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയാം, മനുഷ്യന്റെ അകത്ത് കയറിയ പാപത്തിൽ നിന്ന് മോചനം ലഭിപ്പാൻ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപമോചനം പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. സകല ലോക സംഭവങ്ങളും കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ, ഒരുപക്ഷെ ഇന്ന് രാത്രി കർത്താവ് വന്നാൽ, ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ എനിക്കും ആ കർത്താവിനോടുകൂടെ പോകണം. അല്ല ഞാനും പോകുമെന്ന് മാറാത്തൊരു തീരുമാനമെടുത്തിട്ട് വേണം ഈ പന്തൽ വിട്ടു പോകാൻ. പുറം ഭാഗത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന പക്ഷം വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് ഓടി മാറുമെന്നതുപോലെ യേശു അകത്ത് വരുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകും. നീ വെളിച്ചത്തിൽ നടക്കുന്നവനാകും. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിലും വരുവാനുള്ള സ്വർഗരാജ്യത്തിൽ സൗജന്യ പ്രവേശനവും സാധ്യമാക്കി തരുന്നു ഈ സുവിശേഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ ഞാനും പോകും, എനിക്കും പോകണമെന്ന് ഇന്ന് രാത്രി നിശ്ചയമുള്ളവരെല്ലാം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ